ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി പി എസ് സി. എൻ്റെ പേര് അലക്സ് അപ്പച്ചൻ. നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2021 നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറിയതിന് ശേഷം ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനാലിസിസും അതോടൊപ്പം തന്നെ ഒരു എക്സ്പ്ലനേഷനുമാണ് ഈ ഒരു സെഷനിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മളുടെ ഒരു കുറച്ച് ഇൻസൈറ്റ്സ്, അതായത് നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ അതിൻ്റെ റിവിഷനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ അനാലിസിസ് കഴിയുമ്പോഴത്തേക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, ഏതൊക്കെ പോയിന്റ്സ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 2021 മുതൽ 2025 വരെ ഏകദേശം 12ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നവോത്ഥാന പ്രസ്ഥാനവും അതുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണാലിറ്റീസിനെ കുറിച്ചുമാണ്. ഏതാണ്ട് 8 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് തിരുവിതാംകൂറാണ്. 7 ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മൂന്നാമത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് മലബാർ ചരിത്രം, മലബാർ ജില്ലയുടെ ചരിത്രം, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ, ഉപ്പ് സത്യാഗ്രഹം പോലെയുള്ള കാര്യങ്ങൾ. ഇനി കൊച്ചിയിലും തിരുവിതാംകൂറിലും നടന്നിട്ടുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, അത് നമ്മുടെ നിവർത്തന പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഹിസ്റ്റോറിക്കൽ റിസോഴ്സസ്. കൂടുതലും മാച്ച് ഫോളോയിങ് ആണെങ്കിൽ കൂടി നമുക്ക് ചരിത്രപരമായ സോഴ്സുകൾ, അതായത് പുസ്തകങ്ങളുടെ ഓതേഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. പലപ്പോഴും മാച്ച് ഫോളോയിങ് ടൈപ്പാണ് ചോദ്യങ്ങൾ വരുന്നുള്ളത്. അപ്പോൾ അതിൽ സംഘകാല കൃതികളെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സംസ്കൃതത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ സഞ്ചാരികളെക്കുറിച്ച്, മാർക്കോ പോളോ പോലുള്ള സഞ്ചാരികളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പഠിച്ചു നോക്കണം. അഡ്വന്റ് ഓഫ് യൂറോപ്യന്മാരുടെ ആഗമനം, നമുക്ക് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. റെസ്പോൺസിബിൾ ഗവൺമെന്റ് സ്ട്രഗിൾസ്, 1938 ശേഷം കൊച്ചി രാജ്യത്വം, തിരുവിതാംകൂർ രാജ്യത്വം ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് ഈ ജനാധിപത്യ ഭരണത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളാണ്. ഇനി ആന്റി ബ്രിട്ടീഷ് സ്ട്രഗിൾസ്, നമ്മളുടെ പാലിത്തച്ഛൻ്റെയും വേലുത്തമ്പി ദളവയുടെയും പോരാട്ടങ്ങൾ, പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾ, കുറിച്യ ലഹള, ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് മറ്റൊന്ന്. യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഐക്യ കേരള പ്രസ്ഥാനം 1920-കളിൽ ആരംഭിച്ച് 1940-കളിലൊക്കെ ശക്തി പ്രാപിച്ച് 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടു കൂടി സഫലമായ ഒരു മുന്നേറ്റമായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനം. മലയാളം സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു സംസ്ഥാനം രൂപീകരിക്കുക, അതൊരു ചോദ്യം വന്നിട്ടുണ്ട്. 1956 ആധുനിക കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചരിത്രം ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 34 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നവോത്ഥാന പ്രസ്ഥാനത്തിന്, അതേപോലെ തന്നെ തിരുവിതാംകൂർ ചരിത്രം, മലബാർ ജില്ല, അതേപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ, പോപ്പുലർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് കൊച്ചിയിലും തിരുവിതാംകൂറിലും, ഹിസ്റ്റോറിക്കൽ റിസോഴ്സസ്, അതേപോലെ തന്നെ യൂറോപ്യന്മാരുടെ ആഗമനം, അതിൽ തന്നെ പോർച്ചുഗീസുകാരൻ ഡച്ചുകാരെയും കുറിച്ചാണ് നമുക്കിതിൽ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഫ്രഞ്ചുകാരെ കുറിച്ചും ഇംഗ്ലീഷുകാരെ കുറിച്ചും കാര്യമായിട്ട് ചോദ്യം വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്റ്റേറ്റ്മെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വല്ലതൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സും അതിലെ വ്യക്തികളെ കുറിച്ച് നോക്കാം. 4 പേരെ കുറിച്ച് കാര്യമായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ. ഇവര് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, ഇവർ സ്ഥാപിച്ചിട്ടുള്ള സംഘടനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. വർഷം ഉൾപ്പെടെ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി തിരുവിതാംകൂർ ചരിത്രത്തിൽ അതിൻ്റെ ഭരണകർത്താക്കളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. മാർത്താണ്ഡവർമ്മയാണ് ഏറ്റവും ഫേവറേറ്റ്. കുളച്ചൽ യുദ്ധം, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ 4-5 തവണയോളം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർത്താണ്ഡവർമ്മ. ഇനി സ്വാതിരുന്നാളിന്റെ കാലഘട്ടത്തിലെ ഈ പറയുന്ന പോയറ്റ്സ്, അദ്ദേഹത്തിന്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്ന കലാകാരന്മാര് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സേതുലക്ഷ്മി ഭായ് കാര്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ 2-3 പേരുടെ കാര്യങ്ങളൊന്നും നോക്കണം. സേതുലക്ഷ്മി ഭായ് പ്രത്യേകിച്ച് വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ഭരണാധികാരി ആയതുകൊണ്ട് പ്രത്യേകം അതൊന്ന് നോട്ട് ചെയ്യേണ്ടതുമാണ്. അങ്ങനെ ഈ 3 ഭരണകർത്താക്കളെ കുറിച്ച് കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അഡ്വന്റ് ഓഫ് യൂറോപ്യൻസിൽ നമുക്ക് ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെ കുറിച്ചുമാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അവരുടെ സന്ധികൾ, അവർ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ, കുളച്ചൽ യുദ്ധം കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം.
ഇനി മലബാറിന്റെ ചരിത്രം, മലബാർ ജില്ലയുടെ ചരിത്രം, അവിടെ ഉണ്ടായിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങളും മറ്റ് വിഷയങ്ങളും. അതിൽ തന്നെ വൈക്കം സത്യാഗ്രഹം 2 ചോദ്യങ്ങൾ നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം. ഇപ്പൊ ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കെ മാധവന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടന്നതാണ്. അതുകൊണ്ടാണ് നമ്മളത് മലബാർ ജില്ല എന്ന് പറയുന്നത്. ഇത് നടന്ന സ്ഥലം നമ്മളത് വിട്ടേക്ക്. അതിന്റെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ്. ഇനി റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം, ഐക്യ കേരള മൂവ്മെന്റ്, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പൊ ഇതിനകത്ത് ഇപ്പം വേറെ 1-2 പോയിന്റ് കൂടെ പറയാനുള്ളത്, 1-ാം രാഷ്ട്രീയ സമ്മേളനം, 5-ാം രാഷ്ട്രീയ സമ്മേളനം, പയ്യന്നൂർ കോൺഫറൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി പ്രധാനമായിട്ട് നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിവിഷനിലേക്ക് പോകുന്ന സമയത്ത് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞല്ലേ. ഈ കുളച്ചൽ യുദ്ധം ചോദിക്കുന്നു, മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു 3 തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ച് ആവശ്യിച്ച ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഹോട്ട്സ്പോട്ടായിട്ട് അല്ലെങ്കിൽ ടോപ്പിക് ക്ലസ്റ്ററുകളായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ടൊന്ന് ലിസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഡെയിലി ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ തന്നെ നോട്ട് ചെയ്യുക. രണ്ടാമതായിട്ട് സോഷ്യൽ റിഫോം ടൈം ലൈന്. നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ഒരു രീതി അനുസരിച്ച് വെറുതെ അങ്ങ് നമ്മുടെ PSC ഒരു എന്താ പറയുക സംഘടനയെന്ന് സ്ഥാപിച്ചു, അല്ലെങ്കിൽ സംഘടന ആര് സ്ഥാപിച്ചു എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലാണെങ്കിലും ക്രൊണോളജിക്കൽ ഓർഡറിന്റെ രീതിയിലാണെങ്കിലും അതിന്റെ വർഷവും അതിന്റെ ആ ഒരു ക്രൊണോളജിക്കൽ ഒരു ചരിത്രവും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് SNDP യോഗം 1903 സ്ഥാപിക്കപ്പെട്ടു. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിക്കപ്പെട്ടു. യോഗക്ഷേമ സഭ 1908 സ്ഥാപിക്കപ്പെട്ടു. നായർ സർവീസ് സൊസൈറ്റി 1914 സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ കൃത്യമായിട്ട് ക്രൊണോളജിക്കലായിട്ട് ഓർത്തിരിക്കുക. ഇനി ലിറ്റററി സോഴ്സസും ഓതേഴ്സും, പ്രധാനമായിട്ട് മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്, പുസ്തകങ്ങൾ രചിച്ച ആൾക്കാർ, അല്ലെങ്കിൽ അതിന്റെ ചീഫ് എഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ. ഇതിലിപ്പോൾ നമുക്ക് മാഗസിൻസ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഇപ്പം രാജ്യസമാചാരം, നസ്രാണി ദീപിക, മലയാള മനോരമ, ദേശാഭിമാനി, മാതൃഭൂമി. അപ്പോൾ ഇതിന്റെ വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അല്ലെങ്കിൽ സ്വദേശാഭിമാനി എന്ന് പറയുന്നത് എപ്പോഴാണ്, ഏത് വർഷമാണ്. അപ്പോൾ ഇതിന്റെ ആ ഒരു ഓർഡർ അനുസരിച്ച് അതിന്റെ കാലികമായിട്ടുള്ള രീതിയിൽ ക്രൊണോളജിക്കലായിട്ട് ഓർത്തിരിക്കുക. അതിന്റെ സ്ഥാപകർ, ഇപ്പം വക്കം മൗലവിയാണ് സ്വദേശാഭിമാനിയുടെ സ്ഥാപകൻ. അതേസമയത്ത് അതിന്റെ ചീഫ് എഡിറ്ററുള്ള ഒരാളായിരുന്നു രാമകൃഷ്ണപിള്ള. അപ്പം ഈ സ്വദേശാഭിമാനിയെ കുറിച്ച് തന്നെ നമുക്ക് ചീഫ് എഡിറ്ററിന്റെ കാര്യം നോക്കുമ്പോഴും സ്ഥാപകന്റെ കാര്യം നോക്കുമ്പോഴും 2 പേരുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പോൾ അല്ലെങ്കിൽ മിതവാദി പത്രത്തിന്റെ ഫൗണ്ടർ ആരാണ്, ചീഫ് എഡിറ്റർ ആരാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യും. ഇനി നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രാപ്പ്. നമ്മുടെ PSC വളരെ പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. PSCയിൽ പല ചോദ്യങ്ങളും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 2-3 മാർക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണത്. പലപ്പോഴും നമ്മളൊരു ധൃതിയിൽ ഇതൊന്ന് വായിച്ചിട്ട് അങ്ങ് ആൻസറിലേക്ക് പോകും. അങ്ങനെ ഇനി ചെയ്യരുത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റേറ്റ്മെന്റ്സ് അത് നോട്ട് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് പോകാവുള്ളൂ. പലരെയും ഇത് ചതിക്കാറുണ്ട്. നമ്മുടെ സാധാരണ ക്വസ്റ്റ്യൻസിലും PSC ഇതുപോലെയുള്ള റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ചോദിക്കാറുണ്ട്. ഇതിനകത്ത് റോങ്, ഈ 4 ഓപ്ഷൻസ് വന്നിട്ട് ഇതിനകത്ത് റോങ് ആയിട്ടുള്ള ഏതാണ്, ഇങ്ങനെയുള്ള ചോദ്യം വരാറുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇനി നമ്മളുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്. 3 സ്റ്റേറ്റ്മെന്റ്, 4 സ്റ്റേറ്റ്മെന്റ്, 5 സ്റ്റേറ്റ്മെന്റ് വരെ റയറായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് 42.9% വരെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കുക. ഇനി ഡയറക്റ്റ് റീകോൾ, നമ്മുടെ പഴയ രീതിയിൽ ഒരു ക്വസ്റ്റ്യനും അതിന്റെ സിമ്പിൾ ആൻസർ, 4 ഓപ്ഷനും, അങ്ങനത്തെ ഒരു 33.4% ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്, ഒരു ലിസ്റ്റ് എഴുതുന്നു, 2 ലിസ്റ്റ് എഴുതുന്നു, ഇത് തമ്മിൽ ഏതൊക്കെയാണ്, എത്രണ്ണമാണ് മാച്ച്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് മാച്ച്, ഈ 2 ടൈപ്പിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 14.3%. അത്ര നിസ്സാരമല്ല. നമുക്ക് 1-2 ചോദ്യങ്ങളൊക്കെ വീതം, മൊത്തം 3 ചോദ്യം വന്നിട്ട് അതിനകത്ത് 2 ചോദ്യവും മാച്ച് ദ ഫോളോയിങ് ചോദിച്ച ചോദ്യങ്ങൾ വരെയുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഓഡ് വൺ ഔട്ട് റോങ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നില്ല, ഇത് തെറ്റേതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം വളരെ ഒരു കൺഫ്യൂസിംഗ് ആണ് പലർക്കും, എല്ലാവർക്കും ഇല്ലെങ്കിൽ കൂടി. അപ്പോൾ അതൊന്ന് നോക്കിക്കോണം. നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് മാത്രമേ റോങ് ആണോ കറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്തോണം.
ഇനി നമ്മൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി, ടോപ്പിക്കുകൾ നോക്കി, ഇത് രണ്ടും കൂടെ ഒന്ന് ക്ലബ് ചെയ്യാം. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നവോത്ഥാന പ്രസ്ഥാനം, മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, യൂറോപ്യന്മാരുടെ ആഗമനം, യൂറോപ്യന്മാർ ഡച്ചുകാരൻ, ഇവരെ കുറിച്ചാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ളത്. ബാക്കിയുള്ളവരെ കുറിച്ചും ഉണ്ട്, പക്ഷേ ഈ 3 ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിൽ വെച്ചോണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒന്ന് കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മാച്ച് ലിസ്റ്റ് 1, ലിസ്റ്റ് 2 അത് നമ്മളുടെ പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ട് ഒരു വശത്ത് എഴുതിയ ആളുടെ പേരും മറ്റേ വശത്ത് പുസ്തകങ്ങളുടെ പേരും കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ PSC സ്ഥിരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു 3-4 പുസ്തകങ്ങൾ അതിൻ്റെ ഓതേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക. ഒന്നെങ്കിൽ കറക്റ്റ് മാച്ച്, അല്ലെങ്കിൽ A1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കാൻ. അപ്പോൾ നമുക്ക് A മാച്ച് ചെയ്യുന്നത് 3 ആണ്, അല്ലെ അങ്ങനെ നമുക്ക് നോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മൾട്ടിപ്പിൾ ലീഡേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്, ഇത് നമ്മളുടെ കാര്യം നമ്മൾ നോക്കേണ്ടത് 3 ടോപ്പിക്കുകളാണ്. ഒന്ന് മലബാർ ജില്ലയുടെ ചരിത്രം, അവിടുത്തെ ദേശീയ പ്രസ്ഥാനം. 2 തിരുവിതാംകൂറിലെ നമ്മുടെ ഈ പറയുന്ന പോപ്പുലർ മൂവ്മെന്റ്സ്, ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം അല്ലെങ്കിൽ പട്ടം താണുള്ള ഇങ്ങനെയുള്ളവരുടെ മുന്നേറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീഡേഴ്സിനെ നമുക്ക് ചോദിക്കാം. മൂന്നാമതായിട്ട് നമുക്ക് കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിലെ ആൾക്കാരുടെ വരിക. അങ്ങനെ അധികം ആൾക്കാരില്ല കൊച്ചിയിൽ. തിരുവിതാംകൂറിലെ ഈ പറയുന്ന ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭവും മറ്റ് രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, GB പിള്ള അല്ലെങ്കിൽ ഡോക്ടർ പത്മനാഭൻ പൽപ്പു നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ മലബാർ ജില്ല, ഇതാണ് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. നമുക്കിനി ഇതിൻ്റെ റിവിഷൻ സ്ട്രാറ്റജി ഒന്നും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നമ്മളിപ്പോൾ ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറേ ടോപ്പിക്സും വെയിറ്റേജും ഒക്കെ പറഞ്ഞല്ലോ. അതനുസരിച്ചിട്ട് ടോപ്പിക്കുകളുടെ പ്രിഫറൻസ് തയ്യാറാക്കാം. നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും അടിയന്തരമായിട്ട് നോക്കേണ്ടത് നവോത്ഥാന പ്രസ്ഥാനം, അത് കഴിഞ്ഞിട്ട് തിരുവിതാംകൂർ. അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ റിവിഷൻസിൽ കൊടുക്കുക എന്നുള്ളതാണ്. വെയിറ്റേജ് അനുസരിച്ച് പ്രാധാന്യം കൊടുക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടും നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുക. അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 43% അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. അപ്പോൾ അത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാച്ച് ഫോളോയിങ് ടൈപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് വന്നിരിക്കുന്നത് പുസ്തകങ്ങളും അതിൻ്റെ ഓതേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി എല്ലാ ദിവസവും റീകോൾ ചെയ്യുക. പ്രധാനമായും ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ റിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഒന്നും കൂടെ അത് ബ്രീഫായിട്ട് നോക്കണം, അധികം സമയം എടുക്കാതെ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മെമ്മറിയിൽ ഉറയ്ക്കുകയുള്ളൂ. അത് നല്ല ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. പിന്നെ നിങ്ങൾ മറക്കുകയും ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നമുക്കിനി നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം വന്നിരിക്കുന്നത് 4 സ്റ്റേറ്റ്മെന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പതിവ് കണക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർത്താണ്ഡവർമ്മ ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സുചീന്ദ്രൻ കൈമുക്ക് വാസ് സ്റ്റോപ്പ്ഡ് ബൈ സ്വാതിരുനാൾ രാമവർമ്മ. Third statement, Devadasi system was abolished in Travancore during the reign of Sethu Lakshmi Bai. Fourth statement, the institution of slavery was abolished in Travancore during reign of Sethu Lakshmi Bai. അപ്പോൾ നമ്മൾ 4 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ 1, 2, 3 സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പതിവ് കണക്ക് എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ ആരംഭിച്ച ഒരു ബഡ്ജറ്റ് സിസ്റ്റമാണ്. രാജ്യത്തിന് വരവ് ചെലവ് കണക്കുകൾ അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ വർഷവും അവതരിപ്പിക്കുന്ന ഒരു രീതി, ഒരു പാശ്ചാത്യമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ രീതിയെ അടിസ്ഥാനമാക്കി 1739 അദ്ദേഹം സ്വീകരിച്ചു. ഒരു ബഡ്ജറ്റ് സിസ്റ്റമാണ്. ഇതിനെയാണ് പതിവ് കണക്ക് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ വരവ് ചെലവുകൾ കൃത്യമാക്കാൻ വേണ്ടിയിട്ടും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ നടപ്പിലാക്കാനായിട്ട്. അടുത്തത് ശുചീന്ദ്രൻ കൈമുക്കാണ്. 1834 സ്വാതിരുനാൾ അത് അവസാനിപ്പിച്ചു. അന്ന് സ്വാതിരുനാൾ മഹാരാജാവിനെ ഇത് നിരോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചത് കേണൽ കടോഗൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു. ഇവിടെ ശുചീന്ദ്രൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നടന്നിരുന്ന ഒരു കിരാതമായ പരീക്ഷണമായിരുന്നു. തിളച്ച നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലോ കൈമുക്കുന്ന ഒരു വ്യക്തി, അയാളുടെ കൈ 3 ദിവസത്തിനുള്ളിൽ ഭേദമായാൽ അയാൾ കുറ്റവാളിയല്ല, ഭേദമായില്ലെങ്കിൽ അയാൾ കുറ്റവാളിയാണ് എന്ന് പറയുന്ന ശാസ്ത്രീയപരമായ ഒരു രീതിയായിരുന്നു. അത് അവസാനിപ്പിച്ചു. ഇനി ദേവദാസി സമ്പ്രദായം 1930 അന്നത്തെ റീജന്റ് മഹാറാണിയായിരുന്ന സേതു ലക്ഷ്മിബായി അവസാനിപ്പിച്ചു. നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഒരു കലാകാരിമാരായിരുന്നു ദേവദാസികൾ. പിന്നീട് ഇതൊരു പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിലേക്ക് അധപ്പതിച്ചു. അപ്പം അതേ തുടർന്നാണ്
വളരെ ചരിത്രപ്രധാനമായ ഒരു പരിഷ്കരണം എന്നുള്ള നിലയിൽ ഇത് അവസാനിപ്പിക്കുന്നത്. ഇനി അടിമത്ത നിരോധനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1855 ജൂൺ 24 കൂടി നമ്മുടെ ഈ പറയുന്ന തിരുവിതാംകൂറിൽ സ്ലേവറി പൂർണ്ണമായിട്ട് നിരോധിക്കപ്പെട്ടു. 1853 2 വർഷം മുമ്പ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രാജകീയ വിളംബരം നടത്തി. അതുമൂലമാണ് 1855 ജൂൺ 24 അടിമത്തം പൂർണ്ണമായിട്ട് നിരോധിക്കപ്പെടുന്നത്. ഇത് സേതുലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലല്ല. സേതുലക്ഷ്മിബായിയുടെ കാലഘട്ടം 1924 കാലഘട്ടമാണ്. ഇവിടെ സേതുലക്ഷ്മിബായി നിരോധിച്ചത് മരുമക്കത്തായ അല്ലെ അബോളിഷ് ചെയ്തത് മരുമക്കത്തായ സമ്പ്രദായമാണ്. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 19ാം നൂറ്റാണ്ടിലുടനീളം അടിമത്തത്തിനെതിരായിട്ടുള്ള പല മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചുവടുവെപ്പ് 1812 റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് നടന്നത്. ഗൗരി ലക്ഷ്മിബായിയുടെ ദിവാനായിരുന്ന കേണൽ ജോൺ മൺറോ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഈ ഒരു അടിമത്ത നിരോധന ആദ്യത്തെ ഒരു രാജകീയ വിളംബരം വന്നതിന് ശേഷം പിന്നീട് ഇതിന് പൂർണ്ണമായിട്ട് നിരോധിക്കാനുള്ള പല ശ്രമങ്ങളും നടന്നു. അങ്ങനെയാണ് 1853 55 അല്ലെങ്കിൽ ആ 2 വർഷം കൊണ്ട് പൂർണ്ണമായിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തത്. അവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ 1840കളിൽ ഇതിനു വേണ്ടി ഇത് സമ്മർദ്ദം ചെലുത്തി. ഉത്രം തിരുനാളിൻ്റെ അടുക്കൽ 1848 ആ ഒരു കാലഘട്ടത്തിൽ അവർ ഒരു മെമ്മറാണ്ടം സമർപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് രാജകീയ വിളംബരം 1853 സംഭവിക്കുന്നത്. 1855 പൂർണ്ണമായിട്ട് ഇത് നിരോധിക്കുകയും ചെയ്തു. ഇനി ഏതാനും ചില ഫാക്റ്റുകളും കൂടെ നമ്മൾ നോക്കാം. പതിവ് കണക്ക് മാർത്താണ്ഡവർമ്മ 1739 നടപ്പാക്കി. തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ തന്നെയാണ് നടത്തിയത്. 1750 നടത്തി. ഉദയഗിരി ഫോർട്ട് നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മ 1741-44 കാലഘട്ടത്തിൽ. ഇനി നെടുങ്കോട്ട എന്ന് പറയുന്ന തിരുവിതാംകൂർ ലൈൻ, അത് അതിൻ്റെ കോട്ട കിട്ടുന്നത് ധർമ്മരാജയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ 1760 മുതൽ 80 വരെ അതിന് നേതൃത്വം കൊടുത്തത് രാജ കേശവദാസ് ആയിരുന്നു. ഇനി അടിമത്ത നിരോധനം കൊണ്ടുവന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1855 അത് നടപ്പിലാക്കി. ഇനി കൈമുക്ക് ശുചീന്ദ്രൻ കൈമുക്ക് അവസാനിപ്പിച്ചത് സ്വാതിരുനാൾ 1834. സ്വാതിരുനാളാണ് 1829 പബ്ലിക് ലൈബ്രറി ആരംഭിക്കുകയും ചെയ്തത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തിരുവിതാംകൂറിന്റെ ആദ്യത്തെ സെൻസസ് സ്വാതിരുനാളാണ് നടത്തുന്നത് 1836. ഇനി തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്ന 1888 ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് അത് സ്ഥാപിക്കുന്നത്. നായർ റെഗുലേഷൻ ആക്ട് 1925 സേതുലക്ഷ്മിബായി കൊണ്ടുവരുന്നു. ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ച 1930 സേതുലക്ഷ്മിബായി തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇനി ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936 ശ്രീ ചിത്ര ബാലരാമവർമ്മ. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ശ്രീ ചിത്ര രാമവർമ്മ 1937. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following statements about responsible government in Kerala are true? നമ്മൾ ഒന്ന് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു ഒരു ടോപ്പിക്കാണ് റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഉത്തരവാദിത്ത ഭരണം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പട്ടം എ താണുപിള്ള വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ധർമ്മരാജ്യം ഈസ് എ ബുക്ക് റിലേറ്റഡ് വിത്ത് ദ സ്ട്രഗിൾ ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കേരള. 3. The name of Akkamachariam was associated with the responsible government in Kerala. 4. Travancore State Congress song was composed by R. Sugathan. ഇതിനകത്ത് നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. 1, 2 and 3 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണ്. നമുക്ക് നോക്കാം. പട്ടം എ താണുപിള്ളയായിരുന്നു 1938 ഫെബ്രുവരിയിൽ രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. തിരുവനന്തപുരം കൃഷ്ണപിള്ളൈ ഹാളിലാണ് ഇവരുടെ സമ്മേളനം കൂടിയത്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഒരു ആഭിമുഖ്യത്തിലാണ്. പട്ടം എ താണുപിള്ള അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ സിംഹം എന്നാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following statements are true about social reform movement in Kerala? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ആൻഡ് ലെഡ് ബൈ മിഡിൽ ക്ലാസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ ഐഡിയാസ്. മധ്യവർഗത്തിൽപ്പെട്ട മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ വിദ്യാഭ്യാസമുള്ളവരാണ്. അവർ നേതൃത്വത്തിൽ ഒരു പാശ്ചാത്യ ഒരു സ്വാധീനത്തിലാണ് ഈ ഒരു
സാമൂഹ്യ പരിഷ്കരണം കേരളത്തിൽ ആരംഭിച്ചത്. രണ്ടാമതായിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ്, ദേ ഹാഡ് എ ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിലീഫ്സ് ആൻഡ് സോഷ്യൽ റിലേഷൻസ്. ഇവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ വ്യവസ്ഥകൾ അതിനെ വിമർശിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നത്. ദേ സെൽഡം ക്രിട്ടിസൈസ് കാസ്റ്റ് ഹയറാർക്കി. ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും അവർ വളരെ കാര്യമായിട്ട് വിമർശിച്ചിട്ടില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. റൈറ്റ് ആൻസർ എ ആണ്. 1ഉം 2 സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് ശരി, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോകാം. ഈ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും മറ്റും ഒരു സ്വാധീനത്തിൻ്റെ ഫലമായി പാശ്ചാത്യ വിദ്യാഭ്യാസം ഇവിടെ ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയും അവർ നവോത്ഥാന ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തത്. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം തുടങ്ങുന്ന ആശയങ്ങൾ ഇവരിൽ ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെയുള്ള എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽസ് ആണ് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് 19ാം നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിലുമായിട്ട് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നത്. പിൽക്കാലത്ത് നമ്മൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങുന്നവരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള GP പിള്ള, ഡോക്ടർ പത്മനാഭൻ പൽപ്പു തുടങ്ങുന്നവരും വളരെ ശക്തമായി ഇവിടെ ഉണ്ടാകുന്ന ജാതി സാമൂഹ്യ വ്യവസ്ഥകളെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു. സ്വാമി വിവേകാനന്ദൻ ഒരു ഘട്ടത്തിൽ ഈ ഒരു ജാതി വ്യവസ്ഥ കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് ഇതിനൊരു ഭ്രാന്താലയം എന്ന് പോലും വിളിക്കുകയും ചെയ്തു. ഇനി ഈ ഒരു ജാതി വ്യവസ്ഥ തകർക്കുക എന്നുള്ള, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളത് ഈ പറയുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളൊന്നായിരുന്നു. സമത്വ സമാജം, SNDP, പുലയ മഹാസഭ തുടങ്ങുന്നവയൊക്കെ കാര്യമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ക്ഷേത്രപ്രവേശന ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ, വൈക്കത്തും ഗുരുവായൂരും നടന്ന കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു സ്ലോഗനാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. സഹോദരൻ അയ്യപ്പൻ്റെ ഒരു വെർഷൻ, ജാതിയില്ല, മതമില്ല, ദൈവമില്ല, മനുഷ്യന്. ഇനി അരുവിപ്പുറം മൂവ്മെന്റ് 1888 ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ബ്രാഹ്മണരുടെ ഒരു ക്ഷേത്രത്തിന്റെ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ശിവ വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു. ഇനി വില്ലുവണ്ടി യാത്ര 1893 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതാണ്. അന്ന് പുലയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് റോഡ് പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ കാളവണ്ടികളിൽ സഞ്ചരിക്കാനോ അനുവാദമില്ലാത്തത് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയതാണ്. മിശ്രഭോജനം 1917 സഹോദരൻ അയ്യപ്പൻ സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ്. വിവിധ ജാതികളിൽപ്പെട്ടവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി. അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ഹു എസ്റ്റാബ്ലിഷ് അഭിനവ ഭാരത യുവക് സംഘ്? EMS നമ്പൂതിരിപ്പാട്, P കൃഷ്ണൻ പിള്ളൈ, K ദാമോദരൻ, AV കുഞ്ഞമ്പു. നമ്മുടെ റൈറ്റ് ആൻസർ AV കുഞ്ഞമ്പു ആണ്. അഭിനവ ഭാരത് യുവ സംഘം എന്ന് പറയുന്നത് AV കുഞ്ഞമ്പു ആണ് ആരംഭിച്ചത്. നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. നമുക്കതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല. അതൊരു ഓർഗനൈസേഷനാണ്. യുവജനങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയൊരുക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു. ഇനി 1930കളിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് നമുക്കൊരു ചോദ്യം നോക്കാം. എ ലിസ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ ഈവൻറ്റ്സ് occurred in 1930s in Kerala wherein women largely participate is given below. Choose the correct match. ഒന്നാമത്തത് ഗാന്ധിജീസ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, TC കൊച്ചുകുട്ടി അമ്മ. 2 ഗേൾസ് സ്റ്റുഡൻസ് സ്ട്രൈക്ക് അറ്റ് ചാലപുരം ഗവൺമെന്റ് സ്കൂൾ, ജയലക്ഷ്മി. ടെമ്പിൾ എൻട്രി പ്രോഗ്രാം, PM കമലാവതി. നമ്മുടെ റൈറ്റ് ആൻസർ എ ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്, അല്ലെങ്കിൽ എല്ലാ മാച്ചസും ശരിയാണ്. അപ്പം മാച്ച് ഫോളോ ചെയ്യണം. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം അത് മലബാർ ജില്ലയിൽ കാര്യമായിട്ട് നടപ്പിലാക്കിയ ഒരു വനിതാ നേതാവായിരുന്നു TC കൊച്ചുകുട്ടി അമ്മ. മഹാത്മാഗാന്ധിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന്റെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ഖാദി എന്ന് പറയുന്ന ഒരു വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഖാദി നെയ്ത്തിന്റെ ഒരു പ്രൊമോഷൻ, അതേപോലെ തന്നെ തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം, ദേശീയ മേഖലയിലുള്ള നാഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇനി കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട്, സ്ത്രീകളുടെ ഒരു വിഭാഗത്തിന്റെ പ്രസിഡന്റായിട്ടും TC കൊച്ചുകുട്ടി അമ്മ സേവനം ചെയ്തു. KPCCയുടെ സ്ത്രീകളുടെ ആ ഒരു വിഭാഗത്തിന്റെ പ്രസിഡന്റായിട്ടും സേവനമനുഷ്ഠിച്ചു. ഇനി 1930 കോഴിക്കോട്ടെ ചാലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഈ പറയുന്ന ഒരു സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ജയലക്ഷ്മി ആയിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ഈ പറയുന്ന ജയലക്ഷ്മി ആയിരുന്നു.
അപ്പോൾ ബ്രിട്ടീഷ് റൂളിനെതിരായിട്ട് ഒരു വിദ്യാർത്ഥി, ഒരു പെൺകുട്ടികളുടെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നുള്ള നിലയിൽ അത് വളരെയധികം പ്രസിദ്ധമാണ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് മലബാർ ജില്ലയിൽ ഇത് നടന്നത്. ഇനി PM കമലാവതി ഒരു സാമൂഹ്യ പരിഷ്കർത്താവും ഒരു കോൺഗ്രസ് നേതാവുമായിരുന്നു. അവര് ഈ ടെമ്പിൾ എൻട്രി റൈറ്റ്സിന് വേണ്ടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭങ്ങളിൽ കാര്യമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം അതിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടതാണ്. ഇനി മറ്റു ചില വനിതാ നേതാക്കന്മാരെ കുറിച്ചും കൂടെ നമുക്ക് ബ്രീഫായിട്ടൊന്ന് പറയാം. AV കുട്ടുമാളു അമ്മ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ മലബാർ ജില്ലയുടെ ആ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ടാണ് ഈ ഒരു പ്രക്ഷോഭം നയിച്ചത്. അറസ്റ്റിലാകുകയും ജയിലിലാവുകയും ചെയ്തു. അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെട്ടു. രാജധാനി മാർച്ചിന് നേതൃത്വം കൊടുത്തു. അന്ന ചാണ്ടി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഒരു സ്ത്രീ ജഡ്ജിയാണ്. നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷ് എംപയർ പറയുന്ന നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യയിലെയും ആദ്യത്തെ വനിതാ ജഡ്ജി എന്ന് അറിയപ്പെടുന്നത് അന്ന ചാണ്ടിയാണ്. ഇനി ആനി മസ്കറിൻ, ഈ അന്ന ചാണ്ടി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ചില ഫെമിനിസ്റ്റുകളിൽ ഒരാളും കൂടിയാണ്. ഇനി ആനി മസ്കറിൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപൂർണ്ണ പ്രക്ഷോഭത്തിലും പിന്നീട് അതിനുശേഷമുള്ള രാഷ്ട്രീയത്തിലും ഒക്കെ വളരെ സജീവമായിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗവും കൂടിയായിരുന്നു. ആര്യപ്പള്ളം അന്തർജന സമാജത്തിന്റെ നേതാവായിരുന്നു. ഘോഷ അല്ലെങ്കിൽ പർദ്ദ എന്ന് പറയുന്ന സ്ത്രീകള് മുഴുവൻ മറച്ചുകൊണ്ട് നടക്കണം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിനെതിരായിട്ടും, മറക്കുട എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെതിരായിട്ടും, അതേപോലെ തന്നെ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്യപ്പള്ള. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാള് മലബാറിൽ ജനിച്ച് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ, സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സേവനം ചെയ്ത ഒരാളാണ്. റാണി ഓഫ് ഝാൻസി റെജിമെന്റിലെ അതിന്റെ നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. വീണ്ടും ഒരു മാച്ച് ഫോളോയിങ് ടൈപ്പ് ചോദ്യമാണ്. ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, KP കറുപ്പൻ. രണ്ടാമത്തെ ലിസ്റ്റ് അദ്വൈത ചിന്താ പദ്ധതി, B ആചാരഭൂഷണം, C സ്ത്രീവിദ്യാപോഷിണി, D ദൈവദശകം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് A ആണ്, അല്ലേ? A എന്ന് പറയുന്നത് നമ്മളുടെ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ത്രീ വിദ്യാപോഷണി എന്ന് പറയുന്ന ആ ഒരു രചന നടത്തിയത് അദ്ദേഹമാണ്. ശ്രീനാരായണ ഗുരു നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദൈവദശകം വളരെയധികം ഫേമസ് ആണ്, അത് അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താപോഷണി, അതേപോലെ തന്നെ KP കറുപ്പൻ ആചാരഭൂഷണം. നമുക്കതിലേക്ക് ഒന്ന് നോക്കാം. അപ്പം ഇതൊന്ന് നമ്മൾ നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട രചനകളാണ്. ഈ നമ്മളുടെ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ഒരു ആശയമായിരുന്നു ആനന്ദ, അതായത് ഒരു പ്ലസന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഹാപ്പിനെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ച അദ്ദേഹമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ഒരു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഉന്നമനത്തുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഒരു രചനയാണ് സ്ത്രീ വിദ്യാപോഷിണി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണെന്നാണ് പുള്ളി അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ദൈവദശകം 1914 ആഗോളതലത്തിൽ എല്ലാ മനുഷ്യനും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ആരാധിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിയതാണ്. ഇത് ശ്രീനാരായണ ഗുരു എഴുതിയ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഒരു ഭക്തി കാവ്യമാണെന്ന് വേണേൽ പറയാം. അടുത്തത് ചട്ടമ്പി സ്വാമികൾ എഴുതിയ അദ്വൈത ചിന്താ പദ്ധതിയാണ്. ഇത് അദ്വൈത വേദാന്തം, ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്തത്തെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വേദങ്ങൾ പഠിക്കാനുള്ള അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്നു. പണ്ഡിറ്റ് KP കറുപ്പൻ്റെതാണ് ഈ പറയുന്ന ആചാരഭൂഷണം. അദ്ദേഹം അന്ന് അക്കാലത്ത് നിലവിലിരുന്ന സാമൂഹ്യ വ്യവസ്ഥകളെ കാര്യമായിട്ട് വിമർശിച്ചുകൊണ്ട് എഴുതുന്നതാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു രചന ജാതിക്കുമ്മി എന്ന് പറയുന്ന ഒന്നാണ്. ജാതിക്കുമ്മി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ലിങ്കൺ ഓഫ് കേരള എന്ന് അറിയപ്പെടുന്ന പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുത്തത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ: ആത്മോപദേശ ശതകം, നിവൃത്തി പഞ്ചാംഗം, ജാതി മീമാംസ, ദൈവദശകം. ചട്ടമ്പി സ്വാമികളുടെ പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ സോപാനം,
അദ്ദേഹത്തിന്റെ ആനന്ദ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഒരു ബേസാണ് ഈ ആനന്ദ സോപാനം. മോക്ഷപ്രദീപം, സ്ത്രീ വിദ്യാപോഷിണി. വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികൾ അഭിനവ കേരളം ജേണലാണ്, അതുപോലെ തന്നെ ആത്മവിദ്യാ കാഹളം. KP കറുപ്പിൻ്റെത് ജാതിക്കുമ്മി, ബാലകലേശം, ആചാരഭൂഷണം. കുമാരനാശാൻ്റെത് ദുരവസ്ഥ, മലബാർ ട്രിബുലിനെ ബേസ് ചെയ്ത് എഴുതിയതാണ്. അതുപോലെ തന്നെ ചണ്ടാല ഭിഷുകി. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ഗ്രന്ഥങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇതിന് ആൻസർ നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ഫോളോയിങ് ഇവൻറ്റ്സ്? കുറിച്യ റിവോൾട്ട്, ആറ്റിങ്ങൽ റിവോൾട്ട്, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, മാർട്ടിഡേം ഓഫ് വെളുത്തുമ്പി. നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് സീക്വൻസ് അനുസരിച്ചിട്ട് നമ്മൾ ABCD ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ നോക്കണം. നമ്മുടെ റൈറ്റ് ആൻസർ C ആണ്. ആദ്യം നടന്നത് ആറ്റിങ്ങൽ റിവോൾട്ടാണ്, 1721. അതിനുശേഷമാണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ഉണ്ടാകുന്നത്. ആറ്റിങ്ങൽ റിവോൾട്ട്, അതിനു മുമ്പ് തന്നെ നമ്മുടെ അഞ്ചുതെങ്ങ് കലാപമുണ്ട്, അതിനുശേഷം ആറ്റിങ്ങൽ റിവോൾട്ട് ഉണ്ടാകുന്നു. ഇതൊക്കെ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന ചില പ്രശ്നങ്ങളാണ്. അതിനുശേഷം 1792 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഒരു സന്ധിയാണ്. ഇത് പ്രകാരമാണ് മലബാർ പ്രദേശം നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരുന്നത്. ഇനി വെളുത്തമ്പി ദളവയുടെ ഒരു രക്തസാക്ഷിത്വം 1809 വെളുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു വിപ്ലവം നയിച്ച വ്യക്തിയാണ്. കുറിച്യ റിവോൾട്ട് 1812 നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി വിപ്ലവമാണ്. പഴശ്ശി വിപ്ലവങ്ങൾക്ക് ശേഷം മലബാർ പ്രദേശത്ത് കുറിച്യരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾക്കെതിരായിട്ട് നടന്നതാണ്. അപ്പോൾ ആറ്റിങ്ങൽ റിവോൾട്ടിന്റെ പ്രത്യേകത ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ കേരള. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആസൂത്രിതമായ ആദ്യത്തെ കലാപം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ആളുകളുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. പ്രത്യേകിച്ച് എട്ടുവീട്ടി പിള്ളമാരുടെ ഒരു പിന്തുണയോട് കൂടിയുള്ള ഒരു സമൂഹമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് യുദ്ധം നടന്നത്. ഇവിടെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർക്ക് ഒരു കോട്ട ഉണ്ടായിരുന്നു. ആറ്റിങ്ങൽ റാണിയുടെ കീഴിലായിരുന്നു. ഈ ആറ്റിങ്ങൽ റാണിക്ക് ഈ സമ്മാനം കൊടുക്കാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന ലോക്കലായിട്ടുള്ള ആൾക്കാരെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഇനി മൂന്നാം ആംഗ്ലോ മൈസൂർ വാറിന്റെ പരിസമാപ്തിയായിട്ട് ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച സന്ധിയാണ് 1792. ശ്രീരംഗപട്ടണം ടിപ്പു സുൽത്താന്റെ ഒരു ക്യാപിറ്റലാണ്. ഇവിടെ മലബാർ ജില്ല എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരികയും അതിന്റെ ഫലമായി പിന്നീട് പഴശ്ശി യുദ്ധങ്ങളും മറ്റും ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ മൂന്നാം ആംഗ്ലോ മൈസൂർ വാർ ഉണ്ടാവാൻ തന്നെ കാരണം തിരുവിതാംകൂറിലെ ടിപ്പു സുൽത്താൻ ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പം മൂന്നാം ആംഗ്ലോ മൈസൂർ വാറും ഈ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം നമ്മുടെ ചരിത്രത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേലുത്തമ്പി ദളവയുടെ ഒരു മരണം 1809 കുണ്ട്ര പ്രൊക്ലമേഷൻ ആ ഒരു 1809 ജനുവരിയിലാണ് നടന്നത്. അദ്ദേഹം നമ്മുടെ അരൂരിനടുത്ത് മണ്ണടി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്, അതിനടുത്ത് വെച്ചാണ് സ്വയം ഒരു വാള് വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയുണ്ടായി. കുറിച്യ റിവോൾട്ട് അതിന് നേതാവ് രാമനമ്പിയാണ്. വയനാട് കേന്ദ്രീകരിച്ച് കുറിച്യ വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള ആദിവാസികൾ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് അവരുടെ വനവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അതുപോലെ തന്നെ നാണയങ്ങൾ നികുതി കൊടുക്കണമെന്നുള്ള വ്യവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരായിട്ടാണ് ഈ കുറിച്യ റിവോൾട്ട് ഉണ്ടാകുന്നത്. അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ദ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി വാസ് ഫോംഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ്. നമ്മൾ ഓൾറെഡി ഇത് ഫാക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞു, നമുക്ക് അങ്ങനെ സംശയം തോന്നേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ തന്നെ നോക്കിയതാണ്. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. അപ്പോൾ 1937 ശ്രീ ചിത്ര തിരുനാൾ രാമവർമ്മ ഒരു രാജകീയ വിളംബരത്തിലൂടെയാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കുന്നത്. ചിത്ര തിരുനാൾ രാമവർമ്മയുടെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരായിരുന്നു ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നത്. അപ്പോൾ ഇവിടുത്തെ വൈസ് ചാൻസലർ ആകാൻ വേണ്ടിയിട്ട് അന്ന് നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞരായിരുന്നു നമ്മുടെ ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. അപ്പം ഐൻസ്റ്റീന് ഈ CP രാമസ്വാമി അയ്യർ കത്തെഴുതിയെന്നൊക്കെയുള്ള ഒരു കഥയൊക്കെ ഉണ്ട്. എന്തായാലും ഈ CP രാമസ്വാമി അയ്യരുടെ ഒരു തലച്ചോറായിരുന്നു ഈ സർവകലാശാലയുടെ പിന്നിൽ ഒരു ടെക്നിക്കലായിട്ടും സ്ട്രക്ചറലായിട്ടുള്ള ഒരു പ്ലാനിങ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ മഹാരാജാവ് ഇതിന്റെ ആദ്യത്തെ ചാൻസലർ ആയിരുന്നു. വൈസ് ചാൻസലർ ആദ്യം ആരായിരുന്നു? CP രാമസ്വാമി അയ്യരായിരുന്നു. ഇനി മഹാരാജാവിന്റെ അമ്മ സേതു പാർവതിഭായി പ്രോ ചാൻസലർ ആയിരുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഇനി ഈ തിരുവിതാംകൂർ സർവകലാശാലയാണ് 1957 കേരള യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആയിട്ട് മാറുന്നത്. ഇതിന്റെ ആസ്ഥാന മന്ദിരം ഇന്ന് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ മഹാരാജാസ് കോളേജ് എന്നറിയപ്പെട്ടിരുന്ന
ഒരു കോളേജ് ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജായിട്ട് പിന്നീട് മാറുകയൊക്കെ ചെയ്തത്. നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ചില വീണ്ടും നമ്മളെ എക്സ്ട്രാ കുറച്ച് രാജാക്കന്മാരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട ചില പരിഷ്കാരങ്ങളൊക്കെ നോക്കാം. ദ റോയൽ റെസ്ക്രിപ്ഷൻ ഓൺ എഡ്യൂക്കേഷൻ, നമ്മുടെ ഇത് തിരുവിതാംകൂറിൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന എന്നൊക്കെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ രാജകീയ വിളംബരം നടത്തിയത് റാണി ഗൗരി പാർവതിഭായ് 1817 ഒരു വ്യക്തി രാജ്യത്തിലെ ഒരു പൗരനെ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് രാജ്യത്തിന്റെ കടമയാണ് എന്നൊരു പ്രഖ്യാപനം അതിനകത്ത് വരുന്നുണ്ട്. വളരെ പ്രധാനമാണ്. ഇനി ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ സ്വാതീനനാളാണ് 1834. ഇനി ഫസ്റ്റ് ഗവൺമെന്റ് സ്കൂള് പെൺകുട്ടികൾക്ക് വേണ്ടി സ്ഥാപിക്കുന്ന ആയില്യം തിരുനാളാണ് 1864. അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഗവൺമെന്റ് സ്കൂൾ. ഇനി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് വിദ്യാഭ്യാസ നയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. 1888 ശ്രീമൂലം തിരുനാൾ ഒരു നിയമനിർമ്മാണ സഭ സ്ഥാപിക്കുന്നത്. പിന്നീടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ചർച്ചകളൊക്കെ അതിനകത്താണ് നടക്കുന്നത്. 1937 ശ്രീചിത്ര തിരുനാൾ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് ഞാൻ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നോക്കണം. അടുത്ത് നമുക്ക് നോക്കാം. ദ ഫേമസ് ഫ്രീഡം ഫൈറ്റർ ഓഫ് മലബാർ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വാസ് ബോൺ ഇൻ. അപ്പോൾ അദ്ദേഹം മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹം ജനിച്ചത് എവിടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ചെറുപ്പളശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇടയ്ക്കൊക്കെ പ്രതീക്ഷിക്കാം. നമ്മൾ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല. ആരാണ് ഈ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്? നമ്മൾ ഈ മലബാർ ജില്ലയിലെ ഈ നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന വളരെ പ്രസിദ്ധനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമൊക്കെ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടാണ്. ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർത്തുകൊണ്ട് ഈ ഒരു മുന്നേറ്റം കാര്യമായിട്ട് നടത്താൻ വേണ്ടി ശ്രമിച്ചു. ഖിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം, ദ മെമ്മറീസ് ഓഫ് ഖിലാഫത്ത്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ 1921 മലബാർ കലാപത്തെക്കുറിച്ചുള്ള ആധികാരികമായ വിവരങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഖിലാഫത്ത് സ്മരണകൾ. ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാകുകയും ബെല്ലാരി ജയിലിൽ അദ്ദേഹത്തെ ജയിലിലടക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഈ മലബാർ കലാപവും നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കുറിച്ച് നോക്കാം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരു മലയാള രാജ്യം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യം അല്ലെങ്കിൽ ഒരു സ്വയംഭരണ പ്രദേശമൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അലി മുസ്ലിയാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് അതിനെ കാര്യമായിട്ട് മുന്നോട്ട് നയിച്ച ഒരു ആത്മീയ ആചാര്യം കൂടിയായിരുന്നു അദ്ദേഹം. മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം ഖിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന പുസ്തകം എഴുതുകയും നിസ്സഹകരണ പ്രസ്ഥാനത്തിലും ഖിലാഫത്ത് മൂവ്മെന്റിലും കാര്യമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു. കെ മാധവൻ നായർ മലബാർ കലാപം എന്ന് പറയുന്ന ഗ്രന്ഥമെഴുതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺഗ്രസ് നേതാവായിരുന്നു. എം പി നാരായണ മേനോൻ ഒരു വക്കീലും കോൺഗ്രസ് നേതാവുമാണ്. അപ്പോൾ അദ്ദേഹവും ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സമയത്ത് അറസ്റ്റിലായ നേതാക്കന്മാരിൽ ഒരാളാണ്. അടുത്ത നമ്മുടെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വുമൺ ഫ്രം കേരള വാസ് നോട്ട് എ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് കേരള? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അക്കമ്മ ചെറിയാൻ, അനി മൊസ്കരി. നമുക്ക് ചിലപ്പോൾ ഒരു സംശയത്തിന് ഇട നൽകുന്ന ഒരു 4 പേരാണ്. നമ്മൾ എപ്പോഴും ആലോചിച്ചാൽ മതി, 3 പേരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കേരളത്തിൽ നിന്നുള്ള വനിതകൾ. അക്കമ്മ ചെറിയാൻ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അനി മൊസ്കരി. നമുക്ക് നോക്കാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 15 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേര് കേരളത്തിൽ നിന്നാണ്. തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് പ്രസിഡൻസി. ഓക്കെ. ദാക്ഷായണി വേലായുധൻ ദളിത് വുമൺ ആണ്. നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് സ്ത്രീയായിരുന്നു. നമ്മുടെ കൊച്ചിയിലെ മുളവക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അൺടച്ചബിലിറ്റിയുടെക്കെതിരായിട്ടൊക്കെ കാര്യമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ഒരു സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെയാണ്. അമ്മു സ്വാമിനാഥൻ പാലക്കാടാണ് ജനിച്ചത്. മദ്രാസ് പ്രസിഡൻസിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമാകുകയും ചെയ്തത്. വുമൻസ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ സ്ത്രീ സംഘടനയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ്. സ്ത്രീകളുടെ ഒരു വലിയ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. മദർ ഓഫ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഖാളാണ്. അതുപോലെ തന്നെ മൃണാളി സാരാഭായ് ഇവരുടെയൊക്കെ അമ്മയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പം
അമ്മു സ്വാമിനാഥൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലക്ഷ്മി സൈഗാളിൻ്റെയും മൃണാലി സാരാഭായിയുടെയും അമ്മയാണ് എന്നുള്ളതും കൂടെ നമ്മളൊന്ന് നോക്കിക്കോണം. അടുത്ത ആനി മസ്കറീൻ ആണ്. ആനി മസ്കറീൻ തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്ത ഒരു സ്ത്രീയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ വനിതയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗവുമായിരുന്നു. അതുകൂടാതെ പരൂർ TK നാരായണപിള്ള എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കീഴിൽ തിരുവിതാംകൂറിലെ ഒരു വനിതാ മന്ത്രിയും കൂടിയായിരുന്നു. ഇനി അടുത്തത് 1663 കേരളത്തില് ശക്തമായിട്ട് മാറിയ ഒരു ഫോറിൻ രാജ്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഫോറിൻ കൊളോണിയൽ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഫോറിൻ പവർ captured Cochin in 1663? The Portuguese, the French, the British, the Dutch. നമുക്ക് ആൻസറിലേക്ക് പോകാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അത് ദ ഡച്ച് ആണ്. നമുക്കറിയാം 1498 വാസ്കോഡഗാമ വന്നതിന് ശേഷം 150-160 വർഷത്തോളം ഈ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ഈ പോർച്ചുഗീസുകാർക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് പോർച്ചുഗീസുകാരുടെ പോർട്ടുകളും അവരുടെ പ്രദേശങ്ങളും എല്ലാം പിടിച്ചെടുത്ത അതിശക്തരായിട്ടുള്ള കൊളോണിയൽ ശക്തിയായിരുന്നു നമ്മുടെ ഈ ഡച്ചുകാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ പ്രത്യേകത. 1663 എന്ന് പറയുന്ന വർഷം എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും, അതുകൊണ്ടാണ്. അപ്പം ഈ പോർച്ചുഗീസുകാരുടെ ഭരണം അവസാനിക്കുകയും ഡച്ചുകാർ കേരളത്തിൽ പ്രത്യേകിച്ച് സുഗന്ധവ്യഞ്ജന മേഖലയിൽ ശക്തരാകുകയും ചെയ്തു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി VOC എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അഡ്മിറലായിരുന്ന റെൽക്കോഫ് വാൻ ഗോയൻസിന്റെ നേതൃത്വത്തിലാണ് ഇവർ ഈ പോർച്ചുഗീസുകാരുടെ പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്തത്. 1663 ജനുവരിയിൽ തന്നെ, ജനുവരി 7 കൂടി നമ്മുടെ ഫോർട്ട് കൊച്ചി എന്ന് പറയപ്പെടുന്ന ഫോർട്ട് മാനുവൽ അവർ പിടിച്ചെടുത്തു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മളുടെ സെന്റ് ആഞ്ചലോ ഫോർട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും അവർ പിടിച്ചെടുക്കുകയുണ്ടായി. ഡച്ചുകാർ ഇവിടെ വന്ന് വരികയും പോർച്ചുഗീസുകാരുടെ ഇവിടുത്തെ സഹായിയായിരുന്ന കൊച്ചി രാജാവിനെ പുറത്താക്കി പകരം വീരകേളവർമ്മ എന്ന് പറയുന്ന ഡച്ചുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു രാജകുമാരനെ പിടിച്ച് രാജാവാക്കുകയും ചെയ്തു. അങ്ങനെ കൊച്ചി രാജാക്കന്മാർ ഡച്ചുകാരുടെ ഒരു സാമന്തന്മാർ അല്ലെങ്കിൽ അവരുടെ ഒരു കളിപ്പാവകളായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് 1895 നമ്മുടെ ബ്രിട്ടീഷുകാർ ഈ കൊച്ചി പിടിച്ചെടുക്കുന്നത് വരെ, അല്ലെങ്കിൽ കൊച്ചിയുടെ മേലുള്ള ഒരു അധികാരം സ്ഥാപിക്കുന്നത് വരെ ഈ ഒരു സ്ഥിതി തുടരുകയാണ് ചെയ്തത്. ഇവര് കുരുമുളക്, അതേപോലെ തന്നെ സിന്നമണ്, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഒരു അപ്രമാദിത്യം നേടിയെടുക്കുകയും ചെയ്തു. നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാർ 1898 എത്തുന്നത്. വാസ്കോഡഗാമയാണ് എത്തുന്നത്. 1500 പെദ്രോ അൽവാരസ് കബ്രാനാണ് കൊച്ചിയിലെത്തുന്നത്. വാസ്കോഡഗാമ കോഴിക്കോടാണ് എത്തുന്നത്. ഡച്ചുകാർ 1603 ആദ്യമായിട്ട് എത്തി. 1663 കൊച്ചി പിടിച്ചെടുത്തു. പോർച്ചുഗീസുകാരുടെ അപ്രമാദത്തിന് അന്ത്യം കുറിച്ചു. ബ്രിട്ടീഷുകാരിൽ ആദ്യം എത്തുന്ന 1615 സർ തോമസ് റോയാണ്. 1684 അഞ്ചങ്കോ അല്ലെങ്കിൽ അഞ്ചുദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ കോട്ട കെട്ടുകയും ചെയ്തു. ആറ്റിങ്ങൽ റാണിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് അഞ്ചങ്കോ ഫോർട്ട് സ്ഥാപിക്കുന്നത്. ഫ്രഞ്ചുകാരെത്തുന്ന 1725 മാഹിയിൽ ഒരു സെറ്റിൽമെന്റ് സ്ഥാപിച്ചുകൊണ്ടാണ്. 1725 മാഹിയിൽ അവരൊരു സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്നത്. ഇനി ഇവരുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാക്ട്സും കൂടെ നോക്കാം. കൊളച്ചൽ യുദ്ധം 1741 മാർത്താണ്ഡവർമ്മയ്ക്കെതിരായിട്ട് ഡച്ചുകാർ നടത്തിയതാണ്. ഡച്ചുകാർ അധപ്പതനം ആരംഭിക്കുന്ന ഇവിടുന്നാണ്. ഈ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഡച്ചുകാർ ഒപ്പിടുന്ന സന്ധിയാണ് 1753 മാവേലിക്കര സന്ധി. ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് ഇവിടെയാണ്. 1795 ബ്രിട്ടീഷുകാർ കൊച്ചി പിടിച്ചെടുക്കുകയും തുടർന്ന് ഈ പറയുന്ന ഡച്ചുകാരുടെ ഒരു ആധിപത്യം അവസാനിക്കുകയും ചെയ്തു. നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരാൾ അറിയാമല്ലോ, നമ്മുടെ നെപ്പോളിയൻ ബൊണാപ്പാർട്ട്, നമ്മൾ ലോക ചരിത്രത്തിലൊക്കെ പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്ന നെപ്പോളിയനിക് വാർ ഉണ്ട്. അദ്ദേഹവുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു യുദ്ധം. ആ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു റെസ്പോൺസായിട്ടാണ് ഈ കൊച്ചി ഈ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്. അപ്പം അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം. ഇനി ഇവരുടെ ചില കോൺട്രിബ്യൂഷൻസ് നമുക്ക് നോക്കാം. ബൊൾഗാട്ടി പാലസ് 1744 ഡച്ചുകാരാണ് പണിയത്. അതുപോലെ തന്നെ ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി പാലസ്, അത് സത്യത്തിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് ഒരു സമ്മാനമായിട്ട് 1555 പണിതാണ്. പിന്നീട് അത് ഡച്ച് പാലസ് എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഇനി അത് ഡച്ചുകാർ കാര്യമായിട്ട് അതിനെ റിപ്പയറിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് 1663 മുതൽ ഡച്ച് പാലസ് എന്നറിയപ്പെട്ടത്. ഇനി ഹോർത്തൂസ് മലമാറിക്കസ് നമ്മുടെ കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ചുള്ള വളരെ ബ്രഹ്മാണ്ഡമായ ഒരു പുസ്തകം
ഹെൻറിക് വാൻ റീഡ് എന്ന് പറയുന്ന ഡച്ച് ഗവർണർ കമ്പൈൽ ചെയ്ത ആദ്യമായിട്ട് മലയാള ലിപികൾ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ 2-3 കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തോണം. ഇതാണ് ഡച്ചുകാരെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്ത നമ്മളൊരു ചോദ്യം നോക്കാം. The Kerala leader who met Gandhiji at Tirunelveli in 1921 as part of his fight against untouchability and caste system. Dr. T.M. Nair, S. Shankaran Nair, T.K. Madhavan, K.P. Raman Menon. നമ്മുടെ റൈറ്റ് ആൻസർ T.K. മാധവനാണ്. അപ്പോൾ ഗാന്ധിജിയുമായിട്ട് 1921 തിരുനെൽവേലിയിൽ വെച്ച് T.K. മാധവൻ കണ്ടുമുട്ടി. T.K. മാധവൻ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ വലിയൊരു ശിഷ്യനായിരുന്നു. SNDPയുടെ പ്രവർത്തകനായിരുന്നു. ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, രാഷ്ട്രീയ നേതാവാണ് മലബാർ പ്രദേശത്ത്. 1921 സെപ്റ്റംബറിലാണ് അദ്ദേഹം ഈ പറയുന്ന ഒരു ഗാന്ധിജിയുമായിട്ടുള്ളൊരു മീറ്റിംഗ് നടത്തുന്നത്. അദ്ദേഹം കേരളത്തിലെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയെക്കുറിച്ചും കീഴ്ജാതിക്കാരായിട്ടുള്ള ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കാര്യമായിട്ട് ഗാന്ധിജിയെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഗാന്ധിജിയുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ദേശീയ പിന്തുണയോടുകൂടി കേരളത്തില് ഈ ഒരു ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതാണ് പിന്നീട് വൈക്കം സത്യാഗ്രഹമായിട്ട് മാറുന്നത്. 1924-25 കാലഘട്ടത്തിലെ വൈക്കം സത്യാഗ്രഹം. ഇവിടെ ഗാന്ധിജി ഈ പറയുന്ന കേരളത്തിലെ അൺഅപ്രോച്ചബിലിറ്റി, അതായത് ഒരാളുടെ അടുത്തേക്ക് ജാതി മൂലം വരാൻ പാടില്ല, ഒരു തീണ്ടപ്പാടകലം നിൽക്കണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ, അങ്ങനെ ഒരു സോഷ്യൽ ഈവിളിനെ കുറിച്ച് അറിയുന്നത് T.K. മാധവനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ കേരളം സന്ദർശിക്കുന്ന അൺടച്ചബിലിറ്റി ഈസ് എ ബ്ലോട്ട് ഓൺ ഹിന്ദുയിസം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും ചെയ്തു. ഇനി മാധവന്റെ അദ്ദേഹം SNDP യോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ദേശാഭിമാനി പത്രത്തിന്റെ ഒരു എഡിറ്ററുമായിരുന്നു. നമുക്ക് നോക്കാം. ഇനി കാകിനാഡ സെഷൻ എന്നറിയപ്പെടുന്ന 1923 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ച് കേരളത്തിലെ ഈ പറയുന്ന തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മയെ കുറിച്ച് അദ്ദേഹം ഒരു ഡീറ്റെയിൽസ് അവതരിപ്പിക്കുകയും ദേശീയ നേതൃത്വം, ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു പിന്തുണ വൈക്കം സത്യാഗ്രഹത്തിന് നേടുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. നമുക്ക് നോക്കാം. T.K. മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ദ മെയിൻ ആർക്കിടെക്റ്റ് ഗാന്ധിജിയെ തിരുനെൽവേലി വെച്ച് കണ്ടു. ഡോക്ടർ T.M. നായർ അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന അല്ലെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ്. പിന്നീട് സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ആണ് ജസ്റ്റിസ് പാർട്ടി എന്ന് പറയുന്ന പേരിൽ മദ്രാസ് പ്രസിദ്ധമായത്. ഒരു നോൺ ബ്രാഹ്മണിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. ഇനി C. ശങ്കരൻ നായർ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരേ ഒരു പ്രസിഡന്റ് ആയിരുന്നു. 1897 അമരാവതി സെഷന്റെ ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. K.P. രാമൻ മേനോൻ അദ്ദേഹം ഹോം റൂൾ മൂവ്മെന്റിന്റെ നമ്മുടെ മലബാർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്നു. ഇത്രയും പേരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. അടുത്തത് നമ്മുടെ ഒരു സ്വാതിരുനാളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. മെനി മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ആർ അറൌണ്ട് ദ കോർട്ട് ഓഫ് സ്വാതിരുനാൾ ഫൈൻഡ് ദ ഓൾഡ് മാൻ ഇൻ ദ ഫോളോയിങ്. സ്വാതിരുനാളിന്റെ കൊട്ടാരത്തിലെ ഇല്ലാത്ത ആള് സുബ്ബുകുട്ടി അയ്യ, അളഗിരി നായിഡു, ശിവാനന്ദൻ വടിവേലു. നമുക്ക് എണ്ണിപ്പെറുക്കി നമ്മൾ പഠിക്കണം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിക്കാം. അളഗിരി നായിഡു അതാണ് നമ്മളുടെ ഇല്ലാത്ത ആള്. അപ്പം 3 പേര് സുബ്ബുകുട്ടി അയ്യയും ശിവാനന്ദനും വടിവേലും ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു ആൻസറും കൂടെ നമുക്കൊന്ന് പഠിച്ചിട്ട് പോവാം. ഇവിടെ സുബ്ബുകുട്ടി അയ്യ എന്ന് പറയുന്ന ഒരു വീണ മാസ്റ്റർ ആയിരുന്നു. ശിവാനന്ദൻ അതേപോലെ തന്നെ വടിവേലു എന്ന് പറയുന്ന 2 പേര് ശരിക്കും പറഞ്ഞാൽ തഞ്ചാവൂർ കോർട്ടറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ 2 പേരായിരുന്നു. ശിവാനന്ദനും വടിവേലുവിനെയും കൂടാതെ പൊന്നയ്യ, ചിന്നയ്യ എന്ന് പറയുന്ന 2 സഹോദരങ്ങളും കൂടിയുണ്ട്. ഈ 4 സഹോദരങ്ങളും കൂടെ ചേർന്നിട്ടാണ് തഞ്ചാവൂർ കോർട്ടറ്റ് എന്ന് അറിയപ്പെട്ടത്. ഇവര് മ്യൂസിക്കിലും ഡാൻസിലും ഒക്കെ വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയുണ്ടായി. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് സ്വാതിരുനാളിന്റെ രാജകൊട്ടാരത്തിൽ ഇവർ സന്നിഹിതരായിരുന്നു. ദക്ഷിണേന്ത്യയിലെ വലിയ രീതിയിലുള്ള ഒരു കലാമേഖലയിലെ ഒരു സ്വാധീനം അവർ ചെലുത്തിയിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത്, ഈ പറയുന്ന മോഹിനിയാട്ടം പോലെയുള്ള ആശയങ്ങളെ, ആ ഒരു നൃത്തത്തെ ആധുനിക രീതിയിലേക്ക് രൂപപ്പെടുത്തുന്നതിനൊക്കെ ഇവർ വലിയ സംഭാവന കൊടുക്കുകയൊക്കെ ചെയ്തു. അളഗിരി നായിഡു എന്ന് പറയുന്നത് തഞ്ചാവൂരിലെ മറാത്ത ഈ പറയുന്ന സർദാർമാരുടെ കൊട്ടാരത്തിലെ ഒരു അംഗമായിരുന്നു. അദ്ദേഹം സ്വാതിരുനാളിലെ അംഗമല്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ പേരുകൾ നമ്മൾ നോക്കണം. സുബ്ബുകുട്ടി അയ്യ, ശിവാനന്ദൻ, വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ എന്നീ പേരുകൾ നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഹിന്ദുസ്ഥാനി മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് സ്വാതിരുനാളിലെ രാജകൊട്ടാരത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു കന്നിയ ഭാഗവതര്. ത്യാഗരാജയുടെ
ഒരു ശിഷ്യനായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സോപാന സംഗീതത്തിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു സംഗീതജ്ഞനും അദ്ദേഹം സ്വാതിരുന്നാളിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. സത്കാല ഗോവിന്ദമാരാറായിരുന്നു സോപാന സംഗീതത്തിന്റെ ഒരു പണ്ഡിതൻ. ഇരയിമ്മൻ തമ്പി അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിൽ ഒരു കവിയായിരുന്നു. നമ്മൾ ഒക്കെ ഒന്ന് പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക. അടുത്തത്, എമോങ് ദ ഫോളോയിങ് വിച്ച് സ്റ്റേറ്റ് ഈസ് ഹിസ്റ്റോറിക്കലി റോങ്. നമ്മൾ പറഞ്ഞാൽ ഈ കറക്റ്റ് ആണോ നോൺ ഇൻകറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് പ്രത്യേകം നോക്കണം. ഒന്ന്, കെ പി കേശവ മേനോൻ വാസ് എ ലീഡർ ഓഫ് ഹോം റൂൾ ലീഗ്. B. In the election to Central Legislative Assembly held in 1934, Muhammad Abdur Rahman won by defeating the Muslim League candidate. C. Mannathu Krishnan Nair was the leader of the movement for tenancy reform. D. J. M. Sengupta was the president of the 5th All Kerala Political Conference. നമ്മുടെ റൈറ്റ് ആൻസർ ബി ആണ്. മുഹമ്മദ് അബ്ദുർ റഹ്മാൻ 1934 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിക്കുകയും മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റിനെ തോൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്, തിരിച്ചാണ് സംഭവിച്ചത്. അതായത് ഈ മുസ്ലിം ലീഗിന്റെ ഒരു വരവ് നമ്മുടെ കേരളത്തിൽ കാണുന്നത് 1934 ഈ ഒരു അസംബ്ലി ഇലക്ഷനിലാണ്. ഇവിടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മുഹമ്മദ് അബ്ദുർ റഹ്മാൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവിനെ തോൽപ്പിക്കുകയും ഈ മുസ്ലിം ലീഗ് വലിയൊരു വരവറിയിക്കുകയും ചെയ്തു. പിന്നീട് നമ്മുടെ ഒരു മേജർ വിക്ടറി അബ്ദുർ റഹ്മാന് ലഭിക്കുന്നത് 1937 മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹു അമോങ് ദ ഫോളോയിങ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഹിസ്റ്റോറിക്കലി റോങ്. അയ്യാ വൈകുണ്ഠ കോൺസെൻട്രേറ്റഡ് എ മിറർ ആസ് ഡയറ്റി ഇൻ ടെമ്പിൾ. അയ്യാ വൈകുണ്ഠര് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. The Madras governor Charles Trevelyan had persuaded the authorities in Travancore to give the right for all women to wear upper clothes. C. Pandit Karuppan was nominated to the Cochin Legislative Council. D. Sahodhan Ayyappan was a member in the Sri Moolam Prajasabha. ഇതിന്റെ റൈറ്റ് ആൻസർ ഡി ആണ്. സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമല്ല, അദ്ദേഹം തിരുവിതാംകൂറിലെ അംഗവുമല്ല, മറിച്ച് കൊച്ചി രാജ്യത്തിലെ അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്ന തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ സഭയിൽ അദ്ദേഹം അംഗമാകുന്ന എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം കൊച്ചി ഒരു രാജ്യമാണ്, തിരുവിതാംകൂർ രാജ്യമാണ്. അപ്പോൾ കൊച്ചിയിലെ ഒരു പൗരൻ എങ്ങനെയാണ് തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ സഭയുടെ അംഗമാകുന്നത്? നമുക്ക് നോക്കാം. അമ്പലപ്പാതി എന്ന് പറയുന്ന സ്ഥലത്ത് 1836 അയ്യ വൈകുണ്ഠ സ്വാമികളാണ് ഈ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം ആരംഭിക്കുന്നത്. ഒരു വിഗ്രഹത്തിന് പകരം ഒരു കണ്ണാടി പ്രതിഷ്ഠിക്കുകയും സ്വയം കാണുകയും ചെയ്യുക, ലുക്കിംഗ് വിത്തിൻ വൺ സെൽഫ്. അപ്പൊ എന്താ, ഒരാളുടെ ഉള്ളിലാണ് ദൈവം. അപ്പൊ ആ ദൈവത്തെ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, കണ്ണാടിയിൽ നോക്കുക. ഇത്തരത്തിൽ ഈ പറയുന്ന മേൽജാതിക്കാരായിട്ടുള്ള ആൾക്കാരുടെ വിഗ്രഹ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആചാരാനുഷ്ഠാനങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അയ്യ വൈകുണ്ഠ സ്വാമികള് ഈ ഒരു രീതിയിലുള്ള ഒരു പ്രതിഷ്ഠ നടത്തുന്നത്. ഇനി നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഒന്നാണ് ചാന്നാർ ലഹളയുമായിട്ടുള്ള ഒരു കാര്യം. ഈ ചാന്നാർ ലഹള വളരെ ഏറെക്കാലം പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഒരു ലഹളയായിരുന്നു. ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ഈ സമയത്ത് സർ ചാൾസ് ട്രെവലിയൻ മദ്രാസ് ഗവർണറാണ്. അദ്ദേഹം തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റിന് കത്തെഴുതുകയും തിരുവിതാംകൂറിന്റെ രാജാവിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹത്തോട് എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ തന്നെ വസ്ത്രധാരണത്തിനുള്ള അവകാശം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് 1859 ഈ പറയുന്ന ഉത്തരം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ചാന്നാർ സ്ത്രീകൾക്ക് അപ്പർ ഗാർമെന്റ് ധരിക്കാനുള്ള അവകാശം കിട്ടുന്നത്. അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും അവകാശം ലഭിക്കുകയും ചെയ്തു. ഇനി 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കെ പി കറുപ്പൻ അംഗമായി ധീവര കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അത്തരത്തിലുള്ള ഒരു ലീഗൽ ലെജിസ്ലേറ്റീവ് പൊസിഷനിലേക്ക് എത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ്. ഇദ്ദേഹം ഫിഷർ ഫ്ലോക്ക് ആയിട്ടുള്ള ഒരു സമൂഹത്തിനിടയിലെ കാര്യമായിട്ട് പ്രവർത്തിച്ചു. കീഴ്ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊച്ചി രാജ്യത്ത് കാര്യമായിട്ട് പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. സഹോദരൻ അയ്യപ്പനും കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമായിരുന്നു. 1928 അദ്ദേഹം അംഗമായത്. അദ്ദേഹം കൊച്ചി രാജ്യത്തിലെ പൗരനായിരുന്നു, അദ്ദേഹം തിരുവിതാംകൂറിലെ പൗരനല്ല. അതുകൊണ്ട് ശ്രീമൂലം പ്രജാസഭയിലെ അംഗമല്ല. അയ്യപ്പൻ കൊച്ചി രാജ്യത്ത് ചേറായി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഇനി നമുക്ക് 1-2 ഫാക്ട്സ് നോക്കാം. അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട അയ്യങ്കാളി പുലേ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു നിയമനിർമ്മാണ സഭയിൽ അംഗമാകുന്ന ആദ്യത്തെ വ്യക്തിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ 1911 അംഗമായി.
പണ്ഡിറ്റ് കറുപ്പൻ 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യമായിട്ട് അംഗമായി. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1928 അംഗമായിട്ട് മാറി. പിന്നീട് കൊച്ചിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അതും സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്ത നമ്മുടെ ഒരു ചോദ്യം നോക്കാം. ദ ഫാക്ട്സ് റിലേറ്റിംഗ് ടു മാർത്താണ്ഡവർമ്മ. During Marthandavarma's period, the Pillamar, the Madambimar had established them as a powerful force, the public life of the state, and they were supported by Yogakar. The poets like Ramurthu Variyar and Kunjan Nambiyar came to adorn the court. 3. The classification of land under the main heads of the Devasam, Brahmasam, Dhanam, and Pandaram Vaga was introduced by Mallan Shankaran. 4. A group of villages constituted the Mandapathum Vadikal, which was underlay Karikar, who was prototype of modern Tahsildar. നമ്മുടെ ഏതാണ് റൈറ്റ് ആൻസർ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണെന്ന് കാണാം. നമ്മുടെ മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട ഭരണപരിഷ്കാരങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാർത്താണ്ഡവർമ്മ ഇവിടെ രാജാവായിട്ട് മാറുന്ന വേണാടിന്റെ ഭരണാധികാരിയായിട്ട് മാറുന്ന സമയത്ത് ഇവിടെ എട്ടുവീട്ടി പിള്ളമാരെന്ന് പറയുന്ന ഒരു 8 തറവാടുകളിലെ പ്രധാനപ്പെട്ട ലോഡ്സ് ഉണ്ടായിരുന്നു. അവരുടെ കീഴിൽ മാടമ്പിമാർ എന്ന് പറയുന്ന ഇടപ്രഭുക്കന്മാരുണ്ട്. ഇവരാണ് ഭരണം നടത്തിയത്. ഇവിടെ രാജാവിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് പോലും ഇവരെ ചലഞ്ച് ചെയ്യപ്പെട്ടു. ഇവരാണ് കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഇവർക്കാണ് സൈന്യം പോലും ഉണ്ടായിരുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്തൊരു ഗ്രൂപ്പായിരുന്നു യോഗക്കാര് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു കൗൺസിലാണ്. നമ്മുടെ വേണാട്ടിലെ രാജാവിനെ ഉപദേശിക്കുന്ന ഉപദേശക സമിതിയാണ്. അപ്പോൾ ഇത് ഒരു യോഗക്കാര് അല്ലെങ്കിൽ 8 യോഗം എന്നൊക്കെ പറയും. ഇവര് ഒരു 8 ഇല്ലങ്ങളിൽ നിന്നുള്ള നമ്പൂതിരിമാരാണ്. ഇവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് രാജാവ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഇവര് 8 വീട്ടി പിള്ളമാരെ ഈ 8 യോഗം സപ്പോർട്ട് ചെയ്തതോടുകൂടി ഈ രാജാവിന്റെ അധികാരം താഴോട്ട് പോവുകയും മാടമ്പിമാരെ 8 വീട്ടി പിള്ളമാരെ യോഗക്കാർ ഉൾപ്പെടുന്ന ഒരു വിഭാഗം അത് വലിയ രീതിയിൽ രാജ്യത്തെ നിയന്ത്രിക്കുകയും ചെയ്തു. ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കി മാർത്താണ്ഡവർമ്മ അവർ ഓൾറെഡി അദ്ദേഹം 8 വീട്ടി പിള്ളമാരുമായിട്ട് യുദ്ധത്തിലൊക്കെ ആയിരുന്നു, രാജകുമാരനായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം തിരുവിതാംകൂറിൽ ഇവരുടെ ഒരു ആധിപത്യം, അതായത് നാടുവാഴിത്ത ഭരണം, ഫ്യൂഡലിസം അവസാനിപ്പിക്കുകയും ഒരു ബ്രിട്ടീഷ് രീതിയിലുള്ള ആധുനിക ഒരു ഉദ്യോഗസ്ഥ ഭരണം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഉദ്യോഗസ്ഥ ഭരണം കൊണ്ടുവരുന്ന ഒരു സമയത്താണ് അദ്ദേഹം മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത്. അതായത് ഈ നാടുവാഴികളുടെ ഭരണമെല്ലാം അവസാനിപ്പിച്ചിട്ട് ഗ്രാമങ്ങളെ എല്ലാം കൂടെ ചേർത്തിട്ട് അദ്ദേഹം മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്ന യൂണിറ്റുകളാക്കി മാറ്റി. ഇതാണ് പിന്നീട് താലൂക്കുകൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. എന്നിട്ട് ഈ മണ്ഡപത്തും വാതുക്കളുടെ തലവന്മാരായിട്ട് കാര്യക്കാരെ നിയമിച്ചു. ഈ കാര്യക്കാരാണ് പിന്നീട് തഹസിൽദാർമാരെ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. ഇനി മുഴുവൻ പ്രദേശങ്ങളും അദ്ദേഹം പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു മന്ത്രിയായിരുന്ന മല്ലൻ ശങ്കരൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്ന മല്ലൻ ശങ്കരനെ ഉപയോഗിച്ച് ഈ പ്രദേശങ്ങൾ, ഈ രാജ്യത്തിലെ മുഴുവൻ പ്രദേശവും അദ്ദേഹം വിവിധ വിഭാഗങ്ങളായിട്ട് അതിനെ ഒരു തിരിക്കുകയുണ്ടായി. ദേവസ്വം എന്ന് പറയുന്ന ക്ഷേത്ര സ്ഥലങ്ങളാണ്, ബ്രഹ്മസ്വം എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ കയ്യിലുള്ള സ്ഥലങ്ങളാണ്, ധനം എന്ന് പറയുന്നത് ഗിഫ്റ്റഡ് ലാൻഡ്സ് ആണ്, പണ്ടാരം വക എന്ന് പറയുന്നത് ഈ രാജാവിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇതാണ് പണ്ടാരം വകയാണ് ഏറ്റവും വലിയ ഒരു കാറ്റഗറി ഉള്ളത്. ഇങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് രാജ്യത്തിന്റെ സ്ഥലം മുഴുവൻ തിരിക്കുകയുണ്ടായി. ഇനി മാർത്താണ്ഡവർമ്മ അദ്ദേഹം ഭരിച്ചത്, വേണാടിന്റെ രാജാവായിട്ട് മാറിയതിനു ശേഷം അദ്ദേഹം ഭരിച്ചത് പക്ഷേ ഈ നമ്മുടെ കന്യാകുമാരിക്കടുത്തുള്ള ഈ പറയുന്ന കൽക്കുളത്തിനടുത്താണ് ഭരിച്ചിരുന്നത്. അവിടെ പത്മനാഭപുരം എന്ന് പറയുന്ന സ്ഥലത്ത്, പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. ഈ പത്മനാഭപുരം കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കവികളായിരുന്നു രാമോരുത്തു വാര്യരും അതേപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരും. രാമോരുത്തു വാര്യർ എഴുതിയ കൃതിയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. കുഞ്ചൻ നമ്പ്യാർ എഴുതിയത് അദ്ദേഹം ഒരു തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാപകനൊക്കെയാണ്. അപ്പോൾ ഇവര് പിന്നീട് ധർമ്മരാജ എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷമുള്ള കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലും ഈ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഈ കലാകാരന്മാരായിരുന്നു. നമുക്ക് ചില ഫാക്ട്സ് നോക്കാം. അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ, കാര്യക്കാർ എന്ന് പറയുന്നത് പിന്നീട് തഹസിൽദാർമാർ എന്നറിയപ്പെട്ടു, മണ്ഡപത്തും വാതുക്കലിന്റെ തലവന്മാരാണ്. സർവാധികാരിക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഒരു പ്രദേശത്തിന്, ഒരു വലിയ ഒരു ഡിസ്ട്രിക്റ്റിന്റെ തലവന്മാർ അല്ലെങ്കിൽ ഡിവിഷൻ ഹെഡ്സ് ആണ്. പതിവ് കണക്കെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 1239 തൊട്ട് അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ് സിസ്റ്റമാണ്. 8 യോഗം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ തകർത്ത് കളഞ്ഞ ടെമ്പിൾ കൗൺസിലാണ്, വേണാട് രാജാവിന്റെ ഉപദേശക സമിതിയായിരുന്നു. തൃപ്പടിദാനം 1750 നടന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് രാജ്യത്തെ ദാനം ചെയ്ത ഒരു സംഭവമായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില ആർമി
മിലിറ്ററി ഫാക്ട്സ്. ബാറ്റിൽ ഓഫ് കൊളച്ചൽ 1741 ഓഗസ്റ്റ് 10 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട്. 1753 മാവേലിക്കര സന്ധി ഡച്ചുകാരുമായിട്ട്. മറവാപ്പട എന്ന് അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയുടെ സ്റ്റാൻഡിങ് ആർമി ആയിരുന്നു. പ്രധാനമായി തിരുനെൽവേലി പ്രദേശത്തുണ്ടായിരുന്ന ഒരു ആർമി വിഭാഗമായിരുന്നു. അവരെ ഉപയോഗിച്ചിട്ടാണ് ഈ പിള്ളമാരെ അടിച്ചൊതുക്കുകയൊക്കെ ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫാക്ട്സ് റിലേറ്റിംഗ് ടു ഡച്ച് ഇൻ കേരള. In 1643, fresh treaties concluded between Dutch on the one side and the Rajas of Purakad and Kayangalam on the other. Second statement, the Kochi Raja accepted Dutch suzerainty and undertook to deliver to Dutch all the cinnamon and pepper produced in his country. 3. The religious policy of Dutch was liberal and tolerant, unlike that of Portuguese. 4. The Governor General in Council at Goa was in overall charge of the Dutch territories in East. നമുക്ക് ഇതിനകത്ത് റൈറ്റ് ആൻസർ സി ആണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്. ദ ട്രീറ്റീസ് വിത്ത് ലോക്കൽ രാജ, അത് ശരിയാണ്. 1643 പുറക്കാട് കായംകുളം രാജാക്കന്മാരുമായിട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഒരു വ്യാപാര കരാർ ഒപ്പുവെക്കുകയും പോർച്ചുഗീസുകാർക്ക് അതൊരു വലിയ അടിയായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട അവർ ആദ്യം നടത്തിയ ഒരു സന്ധികളിൽ ഒന്നാണ്. ഇനി 1663 കൊച്ചി പിടിച്ചെടുത്തതിന് ശേഷം കൊച്ചി രാജ്യം ഈ ഡച്ചുകാരുടെ ആധിപത്യം അംഗീകരിക്കുകയും കൊച്ചി രാജാവ് ഇവരുടെ സംരക്ഷണ കീഴിലേക്ക് വരികയും ചെയ്തു. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇനി പോർച്ചുഗീസുകാരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഡച്ചുകാരുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് വളരെയധികം ലിബറലുമായിരുന്നു, മതപരമായി സഹിഷ്ണുതയുള്ളവരുമായിരുന്നു. അപ്പോൾ സിനഡ് ഓഫ് ഡയംബർ പോലെ ഇവിടുത്തെയുള്ള ക്രൈസ്തവരെ, തദ്ദേശീയ ക്രൈസ്തവരെ പോലും നിയന്ത്രിക്കുന്ന രീതിയിൽ പോർച്ചുഗീസുകാർ പല പ്രവർത്തനങ്ങളും നടത്തി. എന്നാൽ ഡച്ചുകാർ കൂടുതലും കച്ചവടത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇവിടെയുള്ള ആൾക്കാരുടെ മതപരമായ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. ഇനി നമ്മളുടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡച്ചുകാരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജക്കാർത്ത ഇന്തോനേഷ്യൻ പ്രദേശത്ത് ബെട്ടാവിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, ഗോവയിലല്ല. ഗോവ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ആസ്ഥാനമായിരുന്നു. ആദ്യം കൊച്ചിയായിരുന്നു, പിന്നീട് 1530 കൂടി നീനോ ഡെ കുഞ്ഞ എന്ന് പറയുന്ന ഗവർണറുടെ കാലഘട്ടത്തിൽ അത് ഗോവയിലേക്ക് മാറ്റി. ഇനി നമ്മളുടെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രദേശങ്ങൾ പുലിക്കാട്ടും നാഗപട്ടണവുമാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഡച്ചുകാരുടെ കേന്ദ്രമല്ല ഗോവ. അടുത്ത നമ്മുടെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഫാക്ട്സ് അബൌട്ട് ഇന്റഗ്രേഷൻ ഓഫ് കേരള. The Pioneer Political Conference held in May 1928 under the presidency of Jawaharlal Nehru passed a resolution constitute Kerala a separate province. The Aikya Kerala Conference held at Thrissur in April 1947 under the presidency of K. Kelappan attended the reigning Maharaja of Cochin, Sri Keralavarma, and spoke himself in favor of the establishment of United Kerala State comprising the British Malabar, Cochin and Travancore. Third statement, integration of Travancore Cochin held on July 1st, 1949. Fourth statement, under the States Reorganization Act 1956, the 4 southern taluks of Travancore, Thovala, Agadisharam, Kalkulam, Vilawankot included the Kerala state. Right answer A ആണ്. 1, 2 and 3. നമ്മളത് ചോദ്യം കേട്ടിട്ട് പേടിക്കണ്ട, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? മലയാളം സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം 1928 മെയ്യിലെ പയ്യന്നൂർ പൊളിറ്റിക്കൽ കോൺഫറൻസിൽ ഉന്നയിക്കപ്പെടുകയും ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണ്. രണ്ടാമത്തെ ഐക്യ കേരള കോൺഫറൻസ്, ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതി രൂപീകരിക്കുകയും 1947 ഏപ്രിൽ തൃശ്ശൂർ കൂടുകയും ചെയ്തു. അതിന്റെ പ്രസിഡന്റ് കെ കേളപ്പനാണ്. അതിൽ കൊച്ചി മഹാരാജാവായിരുന്ന കേരളവർമ്മ പങ്കെടുക്കുകയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് മലബാറും കൊച്ചിയും തിരുവിതാംകൂറും കൂട്ടിച്ചേർത്ത് ഒരു സംസ്ഥാനം രൂപീകരിക്കാനാണ് അദ്ദേഹം ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇനി കൊച്ചി തിരുവിതാംകൂർ കൂട്ടിയോജിപ്പിച്ച് 1941 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. അതും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് നമ്മൾ നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിനോട് തോവള, അഗതീശ്വരം, കൽക്കുളം കൂട്ടിച്ചേർത്തു എന്നാണ്. പക്ഷെ അതല്ല ശരി, നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. തമിഴ്നാടിനോട് കൂട്ടിച്ചേർക്കുക, നമ്മുടേതായിട്ടുണ്ടായിരുന്ന സ്ഥലം തമിഴ്നാടിനോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. സോ റൈറ്റ് ആൻസർ ഇതാണ്. ഇനി 1956 ഫസൽ അലി കമ്മീഷന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ പറയുന്ന സംസ്ഥാന പുനഃസംഘടനയുടെ സമയത്താണ് ഈ സംഭവം നടന്നത്. അടുത്ത നമ്മുടെ ചോദ്യം നോക്കാം. നെയിം ദ ഓതർ ഓഫ് ബുക്ക് പ്രാചീന മലയാളം.
ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, ചട്ടമ്പി സ്വാമികൾ, വാക്പടാനന്ദ. റൈറ്റ് ആൻസർ ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം എന്ന് പറയുന്ന 1913 ചട്ടമ്പി സ്വാമികൾ എഴുതിയതാണ്. ചരിത്രപരമായിട്ടും ഒരു സ്ക്രിപ്ച്വലായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ്. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു ചിന്തയെ അദ്ദേഹം തള്ളിക്കളയുകയും അദ്ദേഹം ഈ പുരാതന കാലം തൊട്ടേ കേരളത്തിൽ അധിവസിച്ചിരുന്ന ജനങ്ങളെ കുറിച്ച് എഴുതുകയും ചെയ്തു. പ്രാചീന മലയാളം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു ചരിത്രമാണ് പറയുന്നത്. ഇനി പ്രാചീന മലയാളം കൂടാതെ അദ്ദേഹം എഴുതിയ മറ്റൊരു ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം. അത് ഈ പറയുന്ന വേദങ്ങൾ എന്ന് പറയുന്നത് വിശ്വമാനവീയതയ്ക്ക് വേണ്ടിയിട്ട് രൂപപ്പെട്ട ജ്ഞാനമാണ്. അത് എല്ലാ മനുഷ്യനും ഒരുപോലെ ലഭിക്കണം. ജാതി വർണ്ണ വ്യവസ്ഥ അനുസരിച്ച് വേദങ്ങൾ ആർക്കും പങ്കുവെക്കാൻ പാടില്ല തുടങ്ങുന്ന കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അടുത്തത്, ദ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ വാസ് ഫോർട്ട് ബിറ്റ്വീൻ മാർത്താണ്ഡവർമ്മ ആൻഡ് ദ ഡച്ച്, ധർമ്മരാജ ആൻഡ് ദ ഡച്ച്, മാർത്താണ്ഡവർമ്മ ആൻഡ് ദ പോർച്ചുഗീസ്, മാർത്താണ്ഡവർമ്മ ആൻഡ് ദ ബ്രിട്ടീഷ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1741 ഓഗസ്റ്റ് 10 നടന്ന യുദ്ധമാണ് ഡച്ചുകാർക്കെതിരായിട്ടുള്ള യുദ്ധം. ഒരു യൂറോപ്യൻ ശക്തിയെ ആദ്യമായിട്ട് തോൽപ്പിക്കുന്ന ഒരു ഏഷ്യൻ രാജാവ് അല്ലെങ്കിൽ ഒരു ഒരു ഇന്ത്യൻ നാട്ടുരാജാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ മാർത്താണ്ഡവർമ്മയെ വിശേഷിപ്പിക്കാം. യൂസ്റ്റാക്കിയസ് ഡെൽനോയി എന്ന് പറയുന്ന അഡ്മിറലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ യുദ്ധം ഉണ്ടായി. 24 ഡച്ച് ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ളവരെ കന്യാകുമാരിക്കടുത്ത് കൽക്കുളത്ത് വെച്ച് തോൽപ്പിക്കുകയും തങ്ങളുടെ ഒരു അവര് ഈ പറയുന്ന ഈ അവരുടെ കപ്പലുകളും ഓഫീസേഴ്സിനെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോണം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ഒരു പടയോട്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയെ തടയാനും ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ ഒരു കൊട്ടാരക്കര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു കോവിലകത്തിലെ ചില കാര്യങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടപെടാനും ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു യുദ്ധമൊക്കെ ഉണ്ടായത്. അടുത്ത ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ 1921 അറ്റ്. ആദ്യത്തെ ഓൾ കേരള അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നമ്മൾ ശ്രദ്ധിച്ചോണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. ഒറ്റപ്പാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ കാണണം ഈ ഒരു ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രാദേശിക കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കമ്മിറ്റി പോലും രൂപീകരിക്കപ്പെടുന്നത്. 1921 ഏപ്രിൽ 23, 26 കാലഘട്ടത്തിൽ ഇന്നത്തെ പാലക്കാട്ട് ഒറ്റപ്പാലത്ത് വെച്ചാണ് അത് നടന്നത്. അക്കാലത്തെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദേശീയ നേതാവായിരുന്നു ഈ പറയുന്ന ടി പ്രകാശം പന്തലു എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ ആന്ധ്ര കേസരി എന്നാണ് വിളിക്കുന്നത്. ആന്ധ്രാപ്രദേശ് റീജിയനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവായിരുന്നു. ഇവിടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടപ്പെട്ടത്. ഇവിടെ വെച്ച് പോലീസ് പലരെയും അറസ്റ്റ് ചെയ്യുകയും ലാത്തിചാർജ് ചെയ്യുകയും ചെയ്തു. ഇതിനെ ഒറ്റപ്പാലം ഇൻസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. കെ പി കേശവമേനോൻ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പോലീസിന്റെ ലാത്തിചാർജിന് ഇരയാവുകയും ചെയ്തു. ഇതൊക്കെ ഒന്ന് വെറുതെ നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത നമ്മുടെ ചോദ്യം, വിച്ച് അമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? നാണു ആശാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു അയ്യാസ്വാമി ബൈ ചട്ടമ്പി സ്വാമികൾ. The book Vedadhikara Niruvana is written by Chattambi Swamigal. Cochin Pule Mahasabha was founded under the leadership of Pandit Karuppan. Vakam Maulvi founded Islam Dharma Paripalana Sangham. So, നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ ആണ്, എല്ലാം ശരിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം, നാണു ആശാൻ എന്ന് പറയുന്ന ആരാ? നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ഈ ചട്ടമ്പി സ്വാമികൾ അയ്യ സ്വാമിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അയ്യാസ്വാമി ശ്രീനാരായണ ഗുരുവിന് ഒരു മെൻറ്ററായിട്ട് മാറുകയും ചെയ്തു. ഈ അയ്യസ്വാമി അദ്ദേഹം 3 പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഗുരുവാണ്. ഒന്ന് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, 3 അയ്യങ്കാളി. ഇനി വേദാധികാര നിരൂപണം നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നില്ല. നമുക്ക് നോക്കാം. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കെ പി വല്ലോൻ. കെ പി വല്ലോൻ കൊച്ചി രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദളിത് നേതാവായിരുന്നു. കൊച്ചിൻ പുലയ മഹാസഭയുടെ പിൽക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവും കൂടിയായിരുന്നു. 1913 ഈ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിക്കപ്പെട്ടത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി SNDPയുടെ മാതൃകയിൽ സ്ഥാപിച്ചാണ് ശ്രീ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. 1918 ഇരവിപുരത്ത് അത് സ്ഥാപിക്കുന്നത്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു അദ്ദേഹമാണ്. അപ്പോൾ അത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണ വരാത്തതാണ്, പക്ഷെ നമുക്ക് മേ ബി നമ്മളൊന്ന് പ്രതീക്ഷിക്കണം. നമ്മുടെ ഹിസ്റ്റോറിക്കൽ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്.
നമ്മുടെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര രേഖകൾ, അതിൽ സംഘകാല ചരിത്രങ്ങളിൽ, സംഘകാല കൃതികളിൽ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തമിഴ് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ ഭാഷയിലുള്ള ആദ്യത്തെ കേരളത്തെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഈ സംഘകാല കൃതികൾ. ഇതിൽ ഈ നമ്മുടെ ഈ തമിഴ്നാടും കേരളവും ഉൾപ്പെടുന്ന പ്രദേശത്തെ വിവിധ പ്രകൃതി വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ പ്രകൃതി വിഭാഗങ്ങളെ ഐന്തിണകൾ എന്ന് വിളിക്കും. അപ്പോൾ അതും അവയുടെ പ്രത്യേകതകളുമാണ് പറയുന്നത്. മാച്ച് ഓഫ് ഫോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. മരുതം, പാലൈ, മുല്ലൈ, നെയ്ത്തൽ, അനിമൽ ഹസ്ബൻഡറി, സോൾട്ട് മാനുഫാക്ചറിങ്, വെറ്റ്ലാൻഡ് അഗ്രികൾച്ചർ, പ്ലണ്ടറിങ്. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതയാണ്. നമുക്ക് നോക്കാം. അതിൻ്റെ റൈറ്റ് ആൻസർ മരുതം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് അഗ്രികൾച്ചർ ആണ്. പാലൈ എന്ന് പറയുന്നത് പ്ലണ്ടറിങ് അല്ലെങ്കിൽ കൊള്ളക്കാരുടെ സ്ഥലമാണ്. മുല്ലൈ എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറിക്ക്, അതായത് പുല്ലുകളൊക്കെ എന്താണ് മുല്ലൈ എന്നുള്ള അർത്ഥം പുല്ല് എന്നാണ്. അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പുല്ലുള്ളിടത്താണല്ലോ കൂടുതലായിട്ട് ഇതിനെയൊക്കെ വളർത്തുന്നത്. നെയ്ത്തൽ എന്ന് പറയുന്നത് നമ്മുടെ കടൽ തീരമാണ്. സോൾട്ട് മാനുഫാക്ചറിങ്, അതാണ് ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ബി ആണ് റൈറ്റ് ആൻസർ. മരുതം വെറ്റ്ലാൻഡ് അഗ്രികൾച്ചർ, പ്ലണ്ടറിങ് അനിമൽ ഹസ്ബൻഡറി, സോൾട്ട് മാനുഫാക്ചറിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. സംഘകാല കൃതികളിൽ നമ്മുടെ കേരളം, തമിഴ്നാട് പ്രദേശങ്ങളെ പറ്റിയുള്ള ഒരു പരാമർശം അതിൽ പ്രകൃതിദത്തമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കുറിഞ്ചി എന്ന് പറയുന്നത് മൗണ്ടൻ റീജിയൻ ആണ്, മലമ്പ്രദേശമാണ്. ഇവിടെയുള്ള മനുഷ്യര് തേൻ കളക്ട് ചെയ്യുകയും വേട്ടയ്ക്ക് പോവുകയും ചെയ്തു. മുരുകൻ എന്ന് പറയുന്ന ഒരു ദേവനെയാണ് ആരാധിച്ചിരുന്നത്. മുല്ലൈ എന്ന് പറയുന്നത് ഈ പാസ്റ്ററൽ ലാൻഡും അതേപോലെ തന്നെ കാടിനോട് ചേർന്നിട്ടുള്ള പുല്ല് വളർന്ന സ്ഥലമാണ്. ഇവിടെ കാറ്റിൽ റിയറിങ്, അതായത് ഈ കന്നുകാലികളെ വളർത്തിയിരുന്നു. മായോൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് ഇവർ ആരാധിച്ചിരുന്നത്. വിഷ്ണുവിന്റെ വേറൊരു രൂപമാണ്. മരുതം എന്ന് പറയുന്ന അഗ്രികൾച്ചർ പ്ലെയിൻസ് ആണ്. ഇവിടെ കൃഷി ചെയ്തിരുന്നു. ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. വേണ്ടൻ അല്ലെങ്കിൽ ഇന്ദ്രനെയാണ് അവർ ആരാധിച്ചിരുന്നത്. ഇനി നെയ്ത്തൽ കോസ്റ്റൽ ലിറ്ററൽ റീജിയൻ ആണ്, അതായത് കടൽ തീരപ്രദേശം. ഇവിടെ മീൻപിടുത്തവും അതേപോലെ തന്നെ ഉപ്പ് ഉണ്ടാക്കലും ഒക്കെയാണ് നടത്തിയത്. വരുണൻ എന്ന് പറയുന്ന ഒരു ദേവനെയാണ് ആരാധിച്ചിരുന്നത്. പാലൈ എന്ന് പറയുന്ന ഡെസേർട്ട് അല്ലെങ്കിൽ പാഴായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവർ കൊള്ളയടിച്ചിരുന്നു. കുറവൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദുർഗ എന്ന് പറയുന്ന ഒരു ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒരു ദേവിയാണ് ഇവരെ ആരാധിച്ചിരുന്നത്. ഒരു വാർ ഗോഡസ് ആയിട്ടാണ് ആരാധിച്ചിരുന്നത്. ഇതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. Which of the following statements are correct about the Portuguese? Albuquerque captured Goa early in 1510. By the inspiration of King Emmanuel of Portugal, Vasco da Gama tries to discover an ocean route to India. Their statement, under the Portuguese, Kochi rapidly grew into a large and flourishing town, and during their palmy days, it was after Goa the finest and the largest city on the Malabar coast. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. 1, 2 and 3 എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. അൽഫോൺസോ ദെ അൽബുക്കർക്ക് എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് ഗവർണർ, അദ്ദേഹം 1510 നമ്മുടെ കൃഷ്ണദേവരായ എന്ന് പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ ചക്രവർത്തിയുടെ സഹായത്തോടു കൂടി ബിജാപ്പൂർ സുൽത്താന്റെ കീഴിലുണ്ടായിരുന്ന ഈ പറയുന്ന ഗോവ അല്ലെങ്കിൽ ഗോപകപട്ടണം എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുത്തു. ആദിൽ ഷാഹി സുൽത്താൻമാരായിരുന്നു ബിജാപ്പൂർ ഭരിച്ചിരുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഗോവ പിൽക്കാലത്ത് 1930 കൂടി പോർച്ചുഗീസുകാരുടെ തലസ്ഥാനമായിട്ട് മാറി. അതിനു മുമ്പ് വരെ കൊച്ചിയായിരുന്നു ഇവരുടെ കേന്ദ്രം. ഇനി ഇമ്മാനുവൽ അല്ലെങ്കിൽ മാനുവൽ ഒന്നാമൻ എന്ന് പറയുന്ന പോർച്ചുഗൽ രാജാവിന്റെ ഒരു വലിയ ഇൻസ്പിറേഷനിലാണ് വാസ്കോ ഡ ഗാമ 1497 ലിസ്ബണിൽ നിന്ന് യാത്ര തിരിക്കുകയും ഇന്ത്യയിലേക്ക് വരികയും ചെയ്ത് അറബികളുടെയും വിനീഷ്യൻ സഞ്ചാരികളുടെ അല്ലെങ്കിൽ വിനീഷ്യൻ കച്ചവടക്കാരുടെയും ഒരു അപ്രമാദിത്യം ഇന്ത്യൻ സമുദ്രത്തിൽ ഒഴിവാക്കിക്കൊണ്ട് പോർച്ചുഗീസുകാരുടെ ഒരു കച്ചവട അപ്രമാദിത്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വാസ്കോ ഡ ഗാമ ഇറങ്ങിത്തിരിച്ചത്. അതിനു മുമ്പ് ബർത്തലോമിയോ ഡയസും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇനി 1530 വരെ നമ്മുടെ കൊച്ചിയായിരുന്നു ഇവരുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. കൊച്ചിയിൽ 1503 ഫോർട്ട് മാനുവൽ എന്ന് പറയുന്ന ഒരു കോട്ട അവർ കെട്ടി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ്. ഇവിടെ അതിഭീകരമായിട്ട് ഈ കൊച്ചി എന്ന് പറയുന്ന ഒരു നഗരത്തെ ഇവർ വളർത്തി. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഒരു സഹായം അവിടെ ഉണ്ടായിരുന്നു. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ വളർച്ചയും ഇവരുടെ ഈ പോർച്ചുഗീസുകാരുടെ സഹായത്തോടുകൂടി രൂപപ്പെടുകയുണ്ടായി. പിൽക്കാലത്ത് ഗോവ കഴിഞ്ഞാൽ മലബാർ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റിലെ ശക്തി കേന്ദ്രമായിട്ട് ഇത് മാറുകയും ചെയ്തു. നമുക്ക് പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നോക്കാം. കോഴിക്കോട് ആദ്യമായിട്ട് എത്തിയത് 1498 മെയ് 20 കാപ്പാട് ബീച്ചിലാണ്. ഇനി ആദ്യത്തെ കോട്ട കൊച്ചിയിൽ ഫോർട്ട് മാനുവൽ 1503
ക്യാപിറ്റല് 1530 ഇവർ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റുന്നത്. ഗവർണറുടെ പേര് നീനോ ഡാ കുഞ്ഞ എന്നായിരുന്നു. ഇനി അഗ്രികൾച്ചർ മേഖലയിൽ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കാഷ്യൂ, പൈനാപ്പിൾ, ടുബാക്കോ, പപ്പായ തുടങ്ങുന്നവ കേരളത്തിൽ അവതരിപ്പിച്ചു. റിലീജിയസ് ഇമ്പാക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദയംപേറു സുനഹദോസ് അല്ലെങ്കിൽ സിനഡ് ഓഫ് ഡയംബർ 1599. അതുപോലെ തന്നെ കൂനൻ കുരിശ് സത്യം, കൂനൻ ക്രോസ് ഓത്ത് 1653. അടുത്ത നമുക്ക് നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ഡിഫീറ്റഡ് ഡച്ച് ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ. വീണ്ടും കൊളച്ചലിനെ കുറിച്ച് ചോദിക്കുകയാണ്. 1741. ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ മേക്ക് ഫ്രണ്ട്ലി റിലേഷൻ ബൈ ദ ട്രീറ്റി ഓഫ് മാവേലിക്കര ഇൻ 1757. ദ ടൈറ്റിൽ മണ്ഡപത്ത് വാതിക്കൽ ഈസ് ഗിവൺ ടു ആർമി ഹെഡ്ക്വാർട്ടേഴ്സ്. നമ്മുടെ റൈറ്റ് ആൻസർ എ ആണ്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, മണ്ഡപത്ത് വാതിക്കൽ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. 8 വീട്ടിപ്പിള്ളമാരെയൊക്കെ മടമ്പുമാരെയൊക്കെ അടിച്ചൊതുക്കി അദ്ദേഹം ഒരു അധികാരം സ്ഥാപിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥരുടെ കീഴിൽ ഇതിനെ ഒരു പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ ഈ മണ്ഡപത്ത് വാതിക്കൽ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആണ്, അല്ല ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് അല്ല. കാര്യക്കാരുടെ കീഴിൽ ഒരു മറ്റം ഗ്രാമങ്ങളെ കൂട്ടിച്ചേർത്താണ്. അപ്പോൾ ഇത് പൊട്ടത്തെറ്റാണിത്, മൂന്നാം സ്റ്റേറ്റ്മെന്റ് അല്ലേ. അടുത്ത ചോദ്യം നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ട്സ് ആർ കറക്റ്റ് അബൌട്ട് വൈക്കം സത്യാഗ്രഹം. വി രാമസ്വാമി നായിക്കർ അറസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് വൈക്കം സത്യാഗ്രഹ. ദ വൈക്കം സത്യാഗ്രഹ കണ്ടിന്യൂഡ് അറ്റ് ടൈം ഓഫ് ഫ്ലഡ് 1924. The Legislative Assembly voted 1925 February 7, supported 22 persons and rejected 21 people. റൈറ്റ് ആൻസർ ബി ആണ്, 1 and 2 ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് നോക്കാം, ഇ വി രാമസ്വാമി പെരിയാർ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാൽനടയായിട്ട് ഇവിടെ യാത്ര ചെയ്യുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വൈക്കം വീരർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഒരു വിശേഷണമാണ്, ദ ഹീറോ ഓഫ് ദ വൈക്കം എന്ന് വിളിക്കുന്നു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. 1924 ഇതേ സമയത്ത് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന അതേ സമയത്ത് തന്നെ 99 ആണ്ടിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഒരു വലിയ വെള്ളപ്പൊക്കം, ദ ഗ്രേറ്റ് ഫ്ലഡ് ഓഫ് 1999 എന്ന് പറയുന്ന ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. നമ്മൾ കൊല്ലവർഷത്തിൽ കണക്കാക്കുന്നതുകൊണ്ടാണ് 99 എന്ന് പറയുന്ന ഒരു സംഖ്യ വരുന്നത്. അപ്പോൾ ആ സമയത്താണ് വൈക്കം സത്യാഗ്രഹം വരുന്നത്, അതും ശരിയാണ്. നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള റോഡുകളിലൂടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ള ചർച്ച നമ്മുടെ തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റെസൊല്യൂഷൻ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിൽ വോട്ട് ചെയ്ത സമയത്ത് അത് ഒരു വോട്ടിന് പരാജയപ്പെട്ടു. ഇവിടെ നമ്മൾ നോക്കി 22 പേര് സപ്പോർട്ട് ചെയ്യുന്നു, 21 പേര് റിജക്ട് ചെയ്യുന്നു. അതായത് ഒരു വോട്ടിന് വിജയിച്ചു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്, ഒരു വോട്ടിന് പരാജയപ്പെടുകയാണ് ചെയ്തത്. നേരെ തിരിച്ചാണ്, 22 പേര് എതിർത്ത് വോട്ട് ചെയ്തു, 21 ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. അതായത് ക്ഷേത്രങ്ങൾക്ക് ചുറ്റും യാത്ര ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു. അടുത്ത നമുക്ക് നോക്കാം, വിച്ച് അമംഗ് ദ ഫോളോയിങ് വെർ ദി ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് ഓഫ് വൈക്കം സത്യാഗ്രഹ. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിറാം. ഇതിനകത്ത് നമ്മുടെ റൈറ്റ് ആൻസർ ഡി ആണ്. എല്ലാവരും ഇതിനകത്തുള്ള അംഗങ്ങളാണ്. ഇത്രയും പേരെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പഠിക്കാം. നമ്മുടെ ക്ലാസ്സിൽ കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാവരും തന്നെ നമുക്ക് എഴുതാം. നമ്മുടെ ശ്രീധരമേനോന്റെ കേരള ഹിസ്റ്ററിയിൽ ഇവരുടെ എല്ലാം പേരുകൾ നിരത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല. ഇവരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കന്മാർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത് നമുക്ക് നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലിറ്റററി സോഴ്സസ് ഓൺ കേരള ഹിസ്റ്ററി ഈസ് നോട്ട് ട്രൂ. അതായത് കേരള ചരിത്രത്തെക്കുറിച്ചുള്ള പരാമർശിക്കുന്ന ചരിത്രരേഖകളിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്നാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. തൗഹത്തുൽ മുജാഹിദീൻ ഓതേഡ് ബൈ ഷെയ്ഖ് സൈനുദ്ദീൻ ഡീൽസ് വിത്ത് ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് പോർച്ചുഗീസ് പീരിയഡ്. Kaudilya's Arthashastra is the earliest Sanskrit work which contains a reference to Kerala. The Guruvayur temple records prove that Tipu Sultan ordered an annual grant to the temple for the conduct of daily pujas. Fourth statement, Marco Polo and Nicola Conde were Spanish travelers who visited Kollam during 14th century. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ നോക്കുമ്പോൾ 2ഉം 4ഉമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് കേരളത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് എന്നുള്ളത് തെറ്റാണ്. നമുക്ക് ഈ പറയുന്ന ഐത്രേയ ആരണ്യക എന്ന് പറയുന്ന പുസ്തകത്തിലാണ്, അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥത്തിലാണ് ആദ്യമായിട്ട് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. അതിനുശേഷമാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രമൊക്കെ എഴുതപ്പെട്ടത്. വളരെ പുരാതനമാണ് ഐത്രേയ ആരണ്യക. BC 7ാം നൂറ്റാണ്ടാണെങ്കിൽ കൗടില്യന്റെ അർത്ഥശാസ്ത്രം BC 4ാം നൂറ്റാണ്ടാണ്. ഇനി മാർക്കപ്പോളയും നിക്കോളോ കോണ്ടിയും 13ാം നൂറ്റാണ്ടിലും 15ാം നൂറ്റാണ്ടിലുമായിട്ട് വന്ന ഇറ്റാലിയൻ സഞ്ചാരികളായിരുന്നു. അതുകൊണ്ട്
ഇത് തെറ്റാണ്. സ്പാനിഷ് സഞ്ചാരികളായെന്നുള്ളതും തെറ്റാണ്. 14th century എന്നുള്ളതും തെറ്റാണ്. രണ്ടും തെറ്റാണ്. തൗഹീദുൽ മുജാഹിദീൻ ശരിയാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് എഴുതിയത്. പോർച്ചുഗീസുകാരുടെ യുദ്ധകാലഘട്ടത്തെക്കുറിച്ചും നമ്മുടെ സാമുദ്രികമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചും ഒക്കെ എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ഗുരുവായൂർ ടെമ്പിൾ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ടിപ്പു സുൽത്താന്റെ ഒരു കാര്യം നമുക്ക് കാണാം. സാമൂതിരിയുടെ കുടുംബക്ഷേത്രമായിരുന്നു ഈ ഗുരുവായൂർ ക്ഷേത്രം, അതായത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ. അപ്പോൾ ടിപ്പു സുൽത്താൻ ഇവിടെ ആക്രമിക്കുന്നുണ്ട്. ഇത് പിടിച്ചെടുത്തതിന് ശേഷം ടിപ്പു സുൽത്താന്റെ സംരക്ഷണയിൽ വന്നതിന് ശേഷം അതിനൊരു വർഷാവർഷം ഈ ടെമ്പിളിന്റെ ഒരു ദിന പൂജ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാൻഡ് അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതും ശരിയാണ്. അങ്ങനെ ടിപ്പു സുൽത്താൻ ഒരു ദൈനംദിന പൂജകൾക്ക് വേണ്ടിയുള്ള ഗ്രാൻഡ് കൊടുത്ത ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അടുത്ത നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ഇൻ കേരള ഈസ് ഇൻകറക്റ്റ്? വീണ്ടും ഒരു ഇൻകറക്റ്റ് ചോദ്യമാണ്. The SNDP Yogam was formed in 1903 under the auspices of Sri Narayana Guru. The Sahajanna Parivana Sabha was founded by Dr. Padmanabhan Palpu in 1905. The Yogakshema Sabha was founded in 1908. D. The NSS was founded in 1914 by Mannathu Padmanabhan. നമുക്ക് കേട്ടാൽ തന്നെ അറിയാം ഏതാണ് തെറ്റെന്ന്. ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ പത്മനാഭൻ പൽപ്പു അല്ല, മറിച്ച് ആരാണ്? അയ്യങ്കാളിയാണ് സ്ഥാപിക്കുന്നത്. അതിന് എൻ്റെ പേരും തെറ്റാണ്. സൗജന്യ പരിപാലന സഭ എന്നല്ല, സൗജന്യ പരിപാലന സംഘം എന്നാണ്. അതിന്റെ വർഷവും തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ തെറ്റാണ്. അപ്പോൾ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു, നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. യോഗക്ഷേമ സഭ നമ്പൂതിരിമാർക്കിടയിൽ അവരുടെ സമൂഹരക്ഷണത്തിന് സ്ഥാപിക്കപ്പെട്ടതാണ്. ഇനി മന്നത്ത് പത്മനാഭൻ 1914 നായ ഭർത്തൃജന സംഘം എന്ന പേരിലാണ് അത് സ്ഥാപിക്കുന്നത്. പിന്നീട് അതിന്റെ പേര് മാറ്റി NS എന്നാവുകയും ചെയ്തു. അടുത്ത നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി പോർച്ചുഗീസ് റിലേഷൻ വിത്ത് കേരള? Vasco da Gama reached at Kozhikode in May 1498. In 1500, the second Portuguese mission under Pedro Alvarez Cabral reached Kerala. Vasco da Gama made his second arrival in Kerala in 1902. The Portuguese alliance with Colombo was stable and continues till their exit from Kerala. Select the correct answer from the quotes given below. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇതിനകത്ത് നമുക്ക് കറക്റ്റ് ആൻസർ ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഓപ്ഷൻസിൽ നമുക്കൊരു കറക്റ്റ് ആൻസർ കൊടുത്തിട്ടില്ല. അത് അവരുടെ ഒന്നൊരു മിസ്റ്റേക്കോ മറ്റോ ആണ്. കാരണം വാസ്കോ ഡ ഗാമ 1498 മെയിൽ വന്നു, ശരിയാണ്. വാസ്കോ ഡ ഗാമ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. വാസ്കോ ഡ ഗാമ രണ്ടാമത് വരുന്നത് 1502 ഇനി 1500 പെദ്രോ അൽവാറസ് കബ്രാള് രണ്ടാമത് കേരളത്തിൽ വന്നു. അദ്ദേഹം കോഴിക്കോട് ഫാക്ടറി തുടങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഫാക്ടറികളിൽ ഒന്നാണ്. കോഴിക്കോട് ഫാക്ടറി തുടങ്ങിയതിന് ശേഷം അവിടെ ഈ അറബികളുമായിട്ട് പ്രശ്നം കാരണം അവിടുന്ന് അദ്ദേഹത്തിന് പലായനം ചെയ്യേണ്ടി വരികയും കൊച്ചി രാജ്യത്തിലേക്ക് എത്തേണ്ടി വരികയും ചെയ്ത ഒരു വലിയ ചരിത്രമാണ്. അപ്പോൾ അതും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കോലോത്തിരിയുമായി എല്ലാ കാലത്തും നല്ല ബന്ധം പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ പോർച്ചുഗീസുകാർ കോലോത്തിരിയുമായിട്ട് യുദ്ധം തന്നെ നടത്തുകയും ചെയ്തു. ഒരുപാട് കാലഘട്ടം ഈ കോലോത്തിരി, ഈ സെന്റ് ആഞ്ചലോ ഫോർട്ട് പോലും പിടിച്ചു വെക്കുകയും അങ്ങനെ 1, 2 and 3 ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉത്തരത്തിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ചോദ്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചോദ്യം ഇട്ടേ ഉള്ളൂ. അടുത്ത് നമുക്ക് നോക്കാം. വിച്ച് യൂറോപ്യൻ പവർ വാസ് ഡിഫീറ്റഡ് ബൈ മാർത്താണ്ഡവർമ്മ ഇൻ ബാറ്റിൽ ഓഫ് കൊളച്ചൽ? നമ്മൾ ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഇത് കേട്ടുള്ളതാണ്. ഡച്ച് കൂടുതൽ പറയണ്ടല്ലോ അല്ലേ. അടുത്ത് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ബുക്സ് ആൻഡ് ദെയർ ഓതേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ചോയ്സസ് ഗിവൺ. ഹോർത്തൂസ് മലമാരികസ്, മാമ്പാങ്കം കിളിപ്പാട്ട്, പെരുമാൾ തിരുമൊഴി, തൗഹീദുൽ മുജാഹിദീൻ. കാടാഞ്ചേരി നമ്പൂതിരി, ഷെയ്ഖ് സൈനുദ്ദീൻ, ഹെൻറിക് വാൻഡ്രിയുടെ കുലശേഖരൻ. ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഓതേഴ്സ് ആൻഡ് ബുക്സ് ആയിരിക്കും ചോദിക്കുക. ഹോർത്തൂസ് മലമാരിക്കസ് നമ്മുടെ ഡച്ചുകാരുടെ സംഭാവനയാണ്. ഹെൻറിക് വാൻഡ്രിയുടെ ആണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാമാങ്കം കിളിപ്പാട്ട് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് കാടാഞ്ചേരി നമ്പൂതിരിയാണ്. പെരുമാൾ തിരുമൊഴി എഴുതിയിരിക്കുന്നത് കുലശേഖര ആഴ്വാറാണ്. തൗഹീദുൽ മുജാഹിദീൻ എഴുതിയിരിക്കുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. അപ്പോൾ റൈറ്റ് ആൻസർ എ ആണ്. നമ്മുടെ ഈ പറയുന്ന നമ്മൾ ചരിത്രം നോക്കുമ്പോഴത്തേക്ക് ഈ നമ്മുടെ കുലശേഖര ആഴ്വാർ എന്ന് പറയുന്ന ഒരു വൈഷ്ണവ ആചാര്യനുണ്ടായിരുന്നു. അദ്ദേഹം ശരിക്കും കേരളത്തിൽ ഒരു ചക്രവർത്തി ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ചക്രവർത്തി എഴുതിയ ഗ്രന്ഥം പെരുമാൾ തിരുമൊഴി എന്നാണ് അറിയപ്പെടുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാമാങ്കം കിളിപ്പാട്ട് മാമാങ്കം എന്ന് പറയുന്ന 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ഒരു ആഘോഷത്തെക്കുറിച്ച് കാടാഞ്ചേരി നമ്പൂതിരി എഴുതിയതാണ്. തൗഹീദുൽ മുജാഹിദീൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയ്ഖ് സൈനുദ്ദീൻ പോർച്ചുഗീസുകാരുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയതാണ്. അടുത്ത നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് കേരള അണ്ടർ EMS നമ്പൂതിരിപ്പാട്? ജോസഫ് മൊണ്ടശ്ശേരി വാസ് ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. PK ചാത്തൻ മാസ്റ്റർ വാസ് ദ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ്. KR ഗൗരി വാസ് ദ മിനിസ്റ്റർ ഓഫ് ലാൻഡ് റവന്യൂ. KP ഗോപാലൻ വാസ് ദ മിനിസ്റ്റർ ഓഫ് ലോക്കൽ സെൽഫ് ഗവർണൻസ്. ഞാൻ പറഞ്ഞിരുന്നു
ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറയുന്ന പ്രിലിമിനറി എക്സാമിനേഷനും മേ ബി നമുക്ക് ഇങ്ങനെ ഒരു 1956 കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ഒരു ചോദ്യം നമുക്ക് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം നോക്കുക. അതിനകത്ത് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ 2 മന്ത്രിസഭകളെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കുക. അതിനകത്ത് എത്ര പേരുണ്ട്, അല്ലെങ്കിൽ 12 പേരുണ്ട്, അതിനകത്ത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ, അവരുടെ പോർട്ട്ഫോളിയോ പഠിക്കുക. ഇനി ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അതൊക്കെ നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയുന്ന ഒരു പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയും EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയും, ഇത് രണ്ടിനെ കുറിച്ചും കാര്യമായിട്ട് പഠിക്കാം. നമുക്കിവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. PK ചാത്തൻ മാസ്റ്ററിന്റെ ഒരു വകുപ്പ് നമ്മുടെ KP ഗോപാലിന്റെ ഒരു വകുപ്പായിട്ട് ഇവിടെ പറഞ്ഞു. KP ഗോപാലന്റെ വകുപ്പ് ചാത്തൻ മാസ്റ്ററിന്റെ വകുപ്പായിട്ട് പറഞ്ഞു. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ബില്ലാണ് വിമോചന സമരത്തിന് വഴിമരുന്നിട്ടത്. KR ഗൗരിയമ്മയുടെ ഈ ലാൻഡ് റിഫോംസ് അതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഓർഡറൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തു. അത് വളരെയധികം അതും വലിയ രീതിയിൽ വിവാദമായി. അതും വിമോചന സമരത്തിന് കാരണമായിട്ട് മാറി. ഭൂപരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തു. PK ചാത്തൻ മാസ്റ്റർ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഒരു ആദ്യത്തെ മിനിസ്റ്റർ ആയിരുന്നു. അതേപോലെ തന്നെ KP ഗോപാലൻ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രിയുടെ തലവനും കൂടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യത്തെ 2 മിനിസ്ട്രീസെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ എത്ര അടിയന്തരാവസ്ഥകളുണ്ട്, പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിമാർ, ഇതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മളുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവറായി. 2021 തൊട്ട് 2025 വരെയുള്ള കേരള ഹിസ്റ്ററിയുടെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഇതിനകത്ത് ഇനി വരാൻ പോകുന്ന സാധ്യതയുള്ള ടോപ്പിക്സും നമ്മൾ ചർച്ച ചെയ്തു. റിവിഷൻ നോക്കേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നോക്കി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.